ഹൈ ഓൾ, ഐപ്ലസിന്റെ ഫിക്ചർ എക്സാം ഫ്രീ MCQ ഡിസ്കഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഏപ്രിലിൽ നടക്കുന്ന പരീക്ഷയ്ക്കായിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും നന്നായിട്ട് തയ്യാറെടുക്കുന്ന ഒരു സമയമാണെന്ന് അറിയാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ നാലാമത്തെ മൊഡ്യൂളുകളിലെ പ്രധാനപ്പെട്ട MCQs ആയിരിക്കും. സൂരജ് സാർ ആണ് ഇന്ന് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, പഠിക്കുക. ഈ കഴിഞ്ഞ ദിവസം വന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്തമെറ്റിക് ആൻഡ് ഡ്രോയിങ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിലും 3-ാം റാങ്ക് ഉൾപ്പെടെ ഐപ്ലസിനുണ്ട് എന്നൊരു സന്തോഷവും നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾ റാങ്കുകളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് പ്രിയപ്പെട്ട സൂരജ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു നിതിൻ സാർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4കളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, സോ നമുക്ക് സെഷനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ടൈപ്പ് ഓഫ് അലൂമിനിയം ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്? ഓക്കെ, ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്, ഗ്രൈൻഡിങ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്. ഇത്തരത്തിൽ ഫെറസും അല്ലെങ്കിൽ ഫെറസ് ആൻഡ് ഫെറസ് അലോയ്സ്, ഇത്തരത്തിൽ ഫെറസ് അലോയ്സിനൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഏത് ടൈപ്പ് അലൂമിനിയം ഓക്സൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ചോദ്യത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഗ്രൈൻഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അബ്രസീവ് മെറ്റീരിയൽ നമ്മൾ അലൂമിനിയം Al2O3 അലൂമിനിയം ഓക്സൈഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അലൂമിനിയം ഓക്സൈഡ് നമ്മൾ ഇത്തരത്തിൽ ഗ്രൈൻഡിങ് വീലിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, ഒരു ആർട്ടിഫിഷ്യൽ അബ്രസീവ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏത് ടൈപ്പ് ആണ് നമ്മൾ ഇവിടെ ഫെറസ് ആൻഡ് ഫെറസ് അലോയ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. സോ ബ്രൗൺ അലൂമിനിയം ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി വൈറ്റ് അലൂമിനിയം, ഓപ്ഷൻ സി ഗ്രീൻ അലൂമിനിയം, ഓപ്ഷൻ ഡി ബ്ലാക്ക് അലൂമിനിയം ഓക്സൈഡ്. ഏതായിരിക്കും വരുന്നുണ്ടാവും? ഒന്ന് ഗസ് ചെയ്ത് നോക്കി. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? എല്ലാവരും ജസ്റ്റ് ഒന്ന് ABCD ഒന്ന് പറഞ്ഞിരുന്നാൽ മതി പെട്ടെന്ന്. ഒന്ന് ഗസ് ചെയ്ത് നോക്കി. ഓപ്ഷൻ എ ബ്രൗൺ അലൂമിനിയം അല്ലെ, നമുക്ക് ശ്രദ്ധിക്കാം. ബ്രൗൺ അലൂമിനിയം ഉണ്ട്, വൈറ്റ് അലൂമിനിയം ഉണ്ട്. ഓപ്ഷൻ ബി സി ആയിട്ട് ഗ്രീൻ അലൂമിനിയം, ഓപ്ഷൻ ഡി ആയിട്ട് ബ്ലാക്ക് അലൂമിനിയം കൊടുത്തിട്ട് ഉത്തരം വരിക എന്ന് വെച്ചാൽ വൈറ്റ് അലൂമിനിയം ആയിരിക്കും. ഉത്തരം ഏതാണ്? വൈറ്റ് അലൂമിനിയം ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, യെസ്, വൈറ്റ് അലൂമിനിയം ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി വൈറ്റ് അലൂമിനിയം ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് ബ്രൗൺ അലൂമിനിയം ഓക്സൈഡ് ഉണ്ട്, വൈറ്റ് അലൂമിനിയം ഓക്സൈഡ് ഉണ്ട്. അപ്പൊ അലൂമിനിയം ഓക്സൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം Al2O3 എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഗ്രൈൻഡിങ് വീലിൽ അബ്രസീവ് മെറ്റീരിയൽ ആയിട്ട്, ഒരു ആർട്ടിഫിഷ്യൽ അബ്രസീവ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ അലൂമിനിയം ഓക്സൈഡ് സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മളുടെ ഫെറസ് അല്ലെങ്കിൽ ഫെറസ് അലോയ്സിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് അലൂമിനിയം ഓക്സൈഡ് ആണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വൈറ്റും അതുപോലെ തന്നെ ബ്രൗണും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. വൈറ്റ് അലൂമിനിയം ഓക്സൈഡ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ടഫ് മെറ്റീരിയൽസ് അല്ലെ, ഇത്തരത്തിൽ ജനറൽ പർപ്പസ് ഗ്രൈൻഡിങ് ഓഫ് ടഫ് മെറ്റീരിയൽ എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ബ്രൗൺ അലൂമിനിയം യൂസ് ചെയ്യണം, ബ്രൗൺ അലൂമിനിയം ഓക്സൈഡ് യൂസ് ചെയ്യണം. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്തിരുന്നാൽ മതി. നമ്മൾ ഫെറസ്, നോൺ ഫെറസ് അല്ലെങ്കിൽ ഫെറസ് ആൻഡ് ഫെറസ് അലോയ്സ് ശ്രദ്ധിക്കുക. ഫെറസ് ആൻഡ് ഫെറസ് അലോയ്സ്, ഫെറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അയൺ കണ്ടന്റ് ഉള്ള ആ ഒരു മെറ്റീരിയലാണ് ഫെറസ് മെറ്റൽ എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ അയൺ പ്രധാനപ്പെട്ട ഒരു മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ, ഒരു എലമെന്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഫെറസ് മെറ്റൽസ് എന്ന്. അപ്പൊ അത്തരത്തിൽ ഫെറസ് ആൻഡ് ഫെറസ് അലോയ്സ്, അയണോടുകൂടി മറ്റ് എലമെന്റുകൾ ചേർന്നിട്ടുള്ള ഫെറസ് അലോയ്സിലൊക്കെയാണ് നമ്മൾ സാധാരണ വൈറ്റ് അലൂമിനിയം. അതുപോലെ തന്നെ ജനറൽ പർപ്പസ് ഗ്രൈൻഡിങ്ങും അതുപോലെ തന്നെ ടഫ് മെറ്റീരിയലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രൗൺ അലൂമിനിയം ഓക്സൈഡും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള അലോക്സൈറ്റ്, അതുപോലെ തന്നെ അലൻഡം, ബോറോലോൺ ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള അലൂമിനിയം ഓക്സൈഡിന്റെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബ്രാൻഡ് നെയിമുകളൊക്കെ ആണെന്നുള്ളതും ഒന്ന് ഓർത്തിരുന്നാൽ മതിയാകും. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ചോദ്യം ഇതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ എബിലിറ്റി ഓഫ് അബ്രസീവ് ടു ഫ്രാക്ചർ അണ്ടർ പ്രഷർ, എബിലിറ്റി ഓഫ് അബ്രസീവ് ടു ഫ്രാക്ചർ അണ്ടർ പ്രഷർ വെൻ, എപ്പോഴാണ് ദ കട്ടിംഗ് എഡ്ജ് ബിക്കംസ് ഡൾ അല്ലെ, കട്ടിംഗ് എഡ്ജ് ഡൾ ആവുന്ന സമയത്ത് ആ ഒരു അബ്രസീവ് മെറ്റീരിയലിന്റെ ഒരു എബിലിറ്റിയാ എന്തിനു വേണ്ടിയിട്ടാ? ഫ്രാക്ചർ ആവാൻ വേണ്ടി, അണ്ടർ പ്രഷർ അല്ലെ, ഫ്രാക്ചർ ആയി പോകേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ടു ഗ്രെയിൻ ബ്രേക്സ് ഓഫ് ആൻഡ് എക്സ്പോസ് ന്യൂ ഷാർപ്പ് ഗ്രെയിൻസ്, ഇതിന്റെ ഫലമായിട്ട് എന്താണ്? എക്സ്പോസ് ചെയ്യുന്നുണ്ടാവും, പുതിയ ഷാർപ്പ് ഗ്രെയിൻസ് എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ടാകും. ഈ ഒരു പ്രോപ്പർട്ടീനെ എന്ത് വിളിക്കുന്നു? ഏതായിരിക്കും? ഓപ്ഷൻ എ അഡ്ഹസീവ്നെസ്, ഓപ്ഷൻ ബി ഫ്രീയബിലിറ്റി, ഓപ്ഷൻ സി ബ്രിട്ടിൽ ഫ്രാക്ചർ, ഓപ്ഷൻ ഡി പെർമിബിലിറ്റി. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഫ്രീയബിലിറ്റി. റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി, ഫ്രീയബിലിറ്റി തന്നെയാണ്. ഫ്രീയബിലിറ്റി അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കാം. അബ്രസീവ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് വേണ്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത്തരത്തിൽ ഫ്രീയബിലിറ്റി എന്ന് പറയുന്നത്. അത് ഫ്രാക്ചർ അണ്ടർ പ്രഷർ എപ്പോഴാണ്? നമ്മളുടെ കട്ടിംഗ് എഡ്ജ് ഒക്കെ ഡൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്, അത് പൊട്ടിപ്പോകേണ്ടതായിട്ടുണ്ട്. പൊട്ടിപ്പോയതിനു ശേഷം അതിന് പുറകിലുള്ള പുതിയ ഷാർപ്പ് ഗ്രെയിൻസ്, പുതിയ ഷാർപ്പായിട്ടുള്ള ഗ്രെയിൻസ് എന്താണ്? മുന്നോട്ട് വരും, എക്സ്പോസ് ചെയ്യുന്നുണ്ടാകും, വീണ്ടും നമ്മളുടെ കട്ടിംഗ് ആക്ഷൻ നടക്കുന്നുണ്ടാകും. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് ഫ്രീയബിലിറ്റി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കാം.
മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ വാല്യൂ ഓഫ് ഗ്രൈൻഡിങ് റേഷ്യോ ഈസ് ജനറലി ബിറ്റ്വീൻ. ദ വാല്യൂ ഓഫ് ഗ്രൈൻഡിങ് റേഷ്യോ ഈസ് ജനറലി ബിറ്റ്വീൻ ഓപ്ഷൻ എ 0.5 to 10, ഓപ്ഷൻ ബി 0.5 to 100, ഓപ്ഷൻ സി 5 to 10, ഓപ്ഷൻ ഡി 50 to 100. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ എ. ഓപ്ഷൻ എ 0.5 to 10 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ 0.5 to 10 തന്നെയാണ്. അപ്പൊ എന്താണ് ഈ ഗ്രൈൻഡിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഗ്രൈൻഡിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവ്, എത്രത്തോളം നമ്മളുടെ വർക്ക് പീസിൽ നിന്നും മെറ്റീരിയൽ റിമൂവ് ആവുന്നുണ്ട്, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വീൽ വെയർ, എത്രത്തോളം വീലിൽ നിന്നും അബ്രസീവ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു അതിന്റെ വോളിയം. അപ്പൊ വോളിയത്തിന്റെ ഒരു റേഷ്യോ ആണ് ഗ്രൈൻഡിങ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഗ്രൈൻഡിങ് റേഷ്യോ ഇസ് വോളിയം, ദാറ്റ് ഈസ് എ റേഷ്യോ ഓഫ് volume of material removed divided by volume of material removed from the workpiece divided by volume of material removed from the wheel, right? That is grinding wheel. So generally grinding ratio is in between 0.5 to 10 ആണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതിയാകും. ഓക്കെ, അപ്പൊ ഗ്രൈൻഡിങ് റേഷ്യോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകാം. ദാറ്റ് ഇസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാച്ചുറൽ ആൻഡ് ഇംപ്യൂർ ഫോം ഓഫ് അലൂമിനിയം ഓക്സൈഡ്. അലൂമിനിയം ഓക്സൈഡിന്റെ നാച്ചുറൽ ഫോം അതുപോലെ തന്നെ ഇംപ്യൂർ ആയിട്ട് കാണപ്പെടുന്നത് ഏതാണ്? Which of the following is a natural and impure form of aluminum oxide? Option A quartz, option B carborundum, option C corundum, option D boron carbide. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബി കാർബോറാണ്ടം. ഓപ്ഷൻ ബി കാർബോറാണ്ടം അതല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഓപ്ഷൻ പറഞ്ഞോളൂ. ഓപ്ഷൻ സി വരില്ലേ? ഓപ്ഷൻ സി ആണ് കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പം ഓപ്ഷൻ ബി പറഞ്ഞ ആള് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. കാർബോറാണ്ടം എന്ന് പറഞ്ഞ സിലിക്കൺ കാർബൈഡ് തന്നെയാണ്. ഇത്തരത്തിൽ കൊറണ്ടം എന്ന് പറയുന്നതാണ് നമ്മുടെ അലൂമിനിയം ഓക്സൈഡിന്റെ ഒരു നാച്ചുറൽ ഫോം എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ നോക്കി, എമരി അല്ലെങ്കിൽ കൊറണ്ടം എന്ന് പറയുന്നത് നമുക്കറിയാം നാച്ചുറൽ ആൻഡ് ഇംപ്യൂർ ഫോം ഓഫ് അലൂമിനിയം ഓക്സൈഡ് ആണ്. സോ അതാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള അബ്രസീവ് ഉണ്ട്. നാച്ചുറൽ അബ്രസീവ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ അബ്രസീവ് ഉണ്ട്. ഇപ്പൊ നാച്ചുറൽ അബ്രസീവിനകത്ത് വരുന്നതാണ് സാൻഡ്സ്റ്റോൺ, അതുപോലെ തന്നെ ഡയമണ്ടും അതുപോലെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യാറുണ്ട്. നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ളതും ഉണ്ട് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതിയാകും. അപ്പോൾ പ്രധാനമായിട്ടും ചോദിക്കുക ഇത്തരത്തിലുള്ള എമരി, കൊറണ്ടം ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഇംപ്യൂർ ഫോം ഓഫ് അലൂമിനിയം ഓക്സൈഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അലൂമിനിയം ഓക്സൈഡ്, സിലിക്കൺ കാർബൈഡ്, ഇതിനെയാണ് നമ്മൾ കാർബോറാണ്ടം എന്ന് പറയുന്നുണ്ടാവുക. ബോറോൺ കാർബൈഡ്, അതുപോലെ തന്നെ ക്യൂബിക് സിബിഎൽ, ക്യൂബിക് ബോറോൺ നൈട്രേറ്റ് ഒക്കെ ആർട്ടിഫിഷ്യൽ അബ്രസീവ്സിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് ഓർത്തിരിക്കും. അപ്പം ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ആർട്ടിഫിഷ്യൽ, തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് നാച്ചുറൽ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മറ്റൊരു ചോദ്യം ഇതാണ്: the abrasive used for cemented carbides and other harder material with low tensile strength. അപ്പൊ ഇത്തരത്തില് സിമെന്റഡ് കാർബൈഡ്സും അതുപോലെ തന്നെ മറ്റ് ഹാർഡർ മെറ്റീരിയൽ വിത്ത് ലോ ടെൻസൈൽ സ്ട്രെങ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അബ്രസീവ് ഏതാണ്? ഇപ്പൊ സിലിക്കൺ കാർബൈഡിനകത്ത് തന്നെ ബ്ലൂ ഉണ്ട്, വൈറ്റ്, ഗ്രീൻ സിലിക്കൺ അല്ലെ? അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് ശരിയുത്തരമാണ്, ഗ്രീൻ സിലിക്കൺ തന്നെയാണ്. സോ ഗ്രീൻ സിലിക്കൺ കാർബൈഡ് ആണ് നമ്മളിവിടെ സിമെന്റഡ് കാർബൈഡ്സിലും അതുപോലെ തന്നെ അതർ ഹാർഡർ മെറ്റീരിയലും ലോ ടെൻസൈൽ സ്ട്രെങ്ത് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ തൊട്ട് മുന്നേ കണ്ടതുപോലെ എന്താണ്, അലുമിനിയം ഓക്സൈഡിനകത്ത് തന്നെ ബ്രൗൺ ടൈപ്പും വൈറ്റ് ടൈപ്പും കണ്ടു. അതുപോലെ തന്നെ സിലിക്കൺ കാർബൈഡിനകത്തും നമുക്ക് ഗ്രീനും ബ്ലാക്കും ഉണ്ട് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. സിലിക്കൺ കാർബൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാർബോറാണ്ടം തന്നെയാണ് ബേസിക്കലി സിലിക്കൺ കാർബൈഡ്. അതുപോലെ തന്നെ വളരെ ഹാർഡറാണ്, ബ്രിട്ടിലാണ് കമ്പയർ ടു അലൂമിനിയം ഓക്സൈഡ്. അലൂമിനിയം ഓക്സൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ സിലിക്കൺ കാർബൈഡ് കുറച്ചുകൂടെ ഹാർഡറും ബ്രിട്ടിലുമാണെന്നുള്ളത് ഓർത്തിരിക്കാം. യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് മെറ്റൽസ് ഹാവിംഗ് ലോ ടെൻസൈൽ സ്ട്രെങ്ത്, അതായത് ലോ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയലുകൾക്കാണ് പൊതുവെ നമ്മൾ ഇത്തരത്തിൽ സിലിക്കൺ കാർബൈഡ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സിമെന്റഡ് കാർബൈഡ്, സെറാമിക്, കാസ്റ്റ് അയൺ, സ്റ്റീല്, ഓക്കെ, അതിനകത്ത് തന്നെ ഗ്രീൻ ടൈപ്പും ഉണ്ട്, ബ്ലാക്ക് ടൈപ്പും ഉണ്ട്. സോ ബ്ലാക്ക് സിലിക്കൺ കാർബൈഡ് പ്രധാനമായിട്ടും കാസ്റ്റ് അയൺ, അലൂമിനിയം, കോപ്പർ, അതുപോലെ തന്നെ അതിന്റെയൊക്കെ അലോയ്സ്, കോപ്പർ അലോയ്സ് ഒക്കെയാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഗ്രീൻ സിലിക്കൺ കാർബൈഡും ബ്ലാക്ക് സിലിക്കൺ കാർബൈഡും. നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ബ്ലാക്ക് അതുപോലെ തന്നെ വൈറ്റ് അലൂമിനിയം ഓക്സൈഡും അതുപോലെ തന്നെ ബ്രൗൺ അലൂമിനിയം ഓക്സൈഡിന്റെയും ആ ഒരു യൂസേജ് എവിടെയാണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റേ ചോദ്യത്തിലേക്ക് വരാം. The type of abrasive bond used as a regulating wheel in centerless grinding. സെന്റർലെസ് ഗ്രൈൻഡിംഗിൽ നമുക്കറിയാം റെഗുലേറ്റിംഗ് വീൽ ഉണ്ട് അല്ലെ? റെഗുലേറ്റിംഗ് വീൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോണ്ട് ഏതാണ്? അബ്രസീവ് ബോണ്ട് ഏതാണ്? വിട്രിഫൈഡ് ബോണ്ട്, റബ്ബർ ബോണ്ട്, ഷെല്ലാക് ബോണ്ട്, മെറ്റൽ ബോണ്ട്, ഏതായിരിക്കും?
റബ്ബർ ബോണ്ട് റബ്ബർ ബോണ്ട്. റൈറ്റ് ആൻസർ റബ്ബർ ബോണ്ട് തന്നെയാണ്. സോ വിട്രിഫൈഡ് ദാറ്റ് ഈസ് അബ്രസീവ് ബോണ്ട് യൂസ്ഡ് ആസ് എ റെഗുലേറ്റിംഗ് വീൽ ഇൻ സെൻട്രൽലെസ് ഗ്രൈൻഡിംഗിൽ റെഗുലേറ്റിംഗ് വീൽ യൂസ് ചെയ്യുന്ന അബ്രസീവ് ബോണ്ട് നമ്മൾ റബ്ബർ ബോണ്ട് തന്നെയാണ് യൂസ്ഡ് ആസ് റെഗുലേറ്റിംഗ് വീൽ ഇൻ സെൻട്രൽലെസ് ഗ്രൈൻഡിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അത് ഒന്ന് ഓർത്തിരുന്നാൽ മതിയാകും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The degree of hardness of a wheel is indicated by degree of hardness of a wheel. ഗ്രേഡ് ഗ്രിറ്റ് സ്ട്രക്ചർ സൈസ് ഏതായിരിക്കും? റൈറ്റ് ആൻസർ ഗ്രേഡ് തന്നെയാണ്. അപ്പൊ ഗ്രേഡ് ആണ് നമ്മളുടെ എന്താ ഇത്തരത്തില് ആ ഒരു വീലിന്റെ ഹാർഡ്നെസ് പറയുന്നുണ്ടാവുക അല്ലെ, ഗ്രേഡ് തന്നെയാണ്. സോ ഗ്രേഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഗ്രേഡ് തന്നെ 3 തരത്തിൽ പറയാറുണ്ട്: സോഫ്റ്റ് ഗ്രേഡ്, മീഡിയം ഗ്രേഡ്, ഹാർഡ് ഗ്രേഡ്. അപ്പം ഗ്രേഡില് നമുക്ക് A F വരെയാണല്ലോ നിമിയില് കൊടുത്തേക്കുന്നത്. യെസ് നിമിയിൽ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ A to F വരെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ മറ്റൊരു ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഇതിന് മുന്നേ ചോദ്യം വന്നിട്ടുള്ളതും PSC വന്നിട്ടുള്ളത് A to H എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് ടെക്സ്റ്റ് F വരെയാണ് കൊടുത്തിട്ടുള്ളത്, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ചോദ്യം ഇതിനു മുന്നേ വന്നിട്ടുള്ളത് A to H ആ റേഞ്ച് ആണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് സാധ്യത വരാനുള്ളത് തന്നിരിക്കുന്നതിനകത്ത് ഇപ്പം ഏതെങ്കിലും ഒരു നമ്പർ D തന്നിട്ട് അത് ഏതാണ്, സോഫ്റ്റ് ആണോ അല്ലെങ്കിൽ മീഡിയം ആണോ ഹാർഡ് ആണോ എന്നുള്ളത് കാണാൻ നമ്മൾ H വന്നു കഴിഞ്ഞാൽ ഏതാണ് കൊടുക്കണത്? മീഡിയം കൊടുക്കണോ സോഫ്റ്റ് കൊടുക്കണോ? അത് നിമി ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിമി ടെക്സ്റ്റ് ബുക്ക് ആസ് പെർ നിമി ടെക്സ്റ്റ് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത് രണ്ടായിട്ടും കൊടുത്തിട്ടുണ്ട്. 2 വേർഷനകത്ത് 2 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഇത്തരത്തിൽ എന്താണ് ചലഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ പഴയ അത്തരത്തിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ അതെന്തായാലും നമുക്കൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കൺഫേം ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ കറക്റ്റ് ആണ് പറഞ്ഞത്. പ്രസന്റ് ബുക്കിൽ ഞാനും ശ്രദ്ധിച്ചിരുന്നു, അത് F വരെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നാലും ഒന്ന് ഓർത്തിരുന്നാൽ മതിയാകും. ഇത്തരത്തിൽ നോക്കി അപ്പോ ഗ്രേഡ് എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് ഓഫ് ദ വീൽ തന്നെയാണ്. ഓക്കെ, അത് ഇത്തരത്തിൽ എന്താണ് അബ്രസീവ് മെറ്റീരിയലിന്റെ ഒരു ഹാർഡ്നെസ് ആണ്. does not represent the hardness of abrasive material itself. ആ മെറ്റീരിയലിന്റെ മാത്രം ഹാർഡ്നെസ് അല്ല, എൻ്റയർ വീലിന്റെ ഒരു ഹാർഡ്നെസ് ആയിട്ടായിരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക, ഇൻക്ലൂഡിംഗ് ബോണ്ടിന്റെ സ്ട്രെങ്ത് ഉൾപ്പെടെ. വീൽസ് റാപ്പിഡ്ലി റിലീസിംഗ് ഗ്രെയിൻസ് ആസ് സോഫ്റ്റ് ഗ്രേഡ്. പെട്ടെന്ന് അത് റിലീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ഗ്രേഡ്, അതുപോലെ തന്നെ വളരെ സെക്യൂർ ആയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് ഹാർഡ് ഗ്രേഡ് ആയിട്ട് പൊതുവെ പറയാറുണ്ട് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. നമ്പർ ഓഫ് കട്ടിംഗ് എഡ്ജ് പെർ യൂണിറ്റ് ഏരിയ. ഗ്രേഡ്, ഗ്രിറ്റ്, സ്ട്രക്ചർ, ഗ്രെയിൻ സൈസ് ഏതായിരിക്കും? ഇവിടെ ഗ്രേഡ്, സ്ട്രക്ചർ, ഗ്രെയിൻ സൈസ്, അതായത് യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം നമ്പർ ഓഫ് കട്ടിംഗ് എഡ്ജുകൾ ഉണ്ട് ഒരു അബ്രസീവ് മെറ്റീരിയലിനകത്ത്, ഒരു അബ്രസീവ് വീലിൽ എന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഇവിടെ സ്ട്രക്ചർ ആയിരിക്കും വരുന്നുണ്ടാവും കേട്ടോ. സ്ട്രക്ചർ ആണ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ സ്ട്രക്ചർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കട്ടിംഗ് എഡ്ജ് പെർ യൂണിറ്റ് ഏരിയ, എത്രത്തിലെ നമ്പർ ഓഫ് കട്ടിംഗ് എഡ്ജ് പെർ യൂണിറ്റ് ഏരിയ ആണ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 തരത്തിലുള്ള സ്ട്രക്ചർ ഉണ്ട്. ഓപ്പൺ സ്ട്രക്ചറും ഉണ്ട്, ഡെൻസ് സ്ട്രക്ചറും ഉണ്ട് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതിയാകും. അപ്പോൾ ഡെൻസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് 0 to 8, അതുപോലെ തന്നെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ 9 to 15 എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തിരുന്നാൽ മതിയാകും. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. Which one of the below is used to check the concave and convex surface? Concave, convex surface. Option A screw, option B wire gauge, feeler gauge, radius gauge. Okay, ready ആണ്. Option D radius gauge ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. Option D radius gauge ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The grinding wheel is specified as 51A, 36L, 5V, 23. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു ഗ്രൈൻഡിംഗ് വീൽ റെപ്രസെന്റേഷൻ ആണ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഗ്രെയിൻ സൈസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഗ്രെയിൻ സൈസ് ഓഫ് എ വീൽ will be dash. Also medium, fine, very fine. ഏതായിരിക്കും വരുന്നത്? മീഡിയം. യെസ്. അപ്പോൾ ഇത്തരത്തിൽ നോക്കി, ഇപ്പൊ 51A, ഇപ്പൊ 51 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാല് 51 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് മാനുഫാക്ചേഴ്സിന്റെ ഒരു നമ്പർ ആയിരിക്കും. A എന്ന് പറയുന്നത് നമ്മളുടെ ബോണ്ട് ആയിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് അബ്രസീവ് ആണ്. ഇപ്പൊ അലുമിനിയം ഓക്സൈഡ്. ബി എന്ന് പറയുന്നത് നമ്മുടെ വിട്രിഫൈഡ് ബോണ്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ, കറക്റ്റ് ആണ്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ ആ ഒരു ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ 36 ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്രെയിൻ സൈസ് 36 ആണ്. അപ്പൊ അങ്ങനെ 36 നോക്കുന്ന സമയത്ത് എന്താണ്
ഇവിടെ മീഡിയം സൈസിലാണ് വരുന്നുണ്ടാവുക. സോ അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു മീഡിയം ഗ്രെയിൻ സൈസിലുള്ള ഒരു വീലാണ്. ഗ്രേഡ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സോഫ്റ്റ് എഫ് വരെയാണ് റെപ്രസെന്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രകാരം ഇത്തരത്തിൽ നമുക്കൊന്ന് ഓർത്തിരുന്നാൽ മതിയാകും. അപ്പൊ നേരത്തെ കണ്ടത് കുറച്ച് പഴയതായിരിക്കണം ഒരു പക്ഷേ. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ആയിരുന്നു തോന്നുന്നു നമ്മൾ നേരത്തെ ഇട്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുക്കുകളിൽ ഇപ്പൊ എഫ് വരെ സോഫ്റ്റും അതുപോലെ G2 വി വരെ മീഡിയവും അതുപോലെ തന്നെ അത് IS 551/1966 പ്രകാരമുള്ള ഒരു മാർക്കിംഗ് സിസ്റ്റമാണ് കാണിച്ചിരിക്കുന്നത്. സോ അതുപോലെ തന്നെ W2Z വരെയാണ് ഹാർഡ് കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതിയാകും. IS നമ്പർ ഇമ്പോർട്ടന്റ് ആണോ? IS നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ആസ് പെർ IS 5511-966 പ്രകാരമാണ് ഇതിപ്പം അത് ഈ തരത്തിൽ മാർക്കിംഗ് സിസ്റ്റം കാണിച്ചിരിക്കുന്നത്. അതൊന്ന് ഓർത്തിരുന്നാൽ മതിയാകും. ഓക്കെ, അപ്പൊ 551 എന്നുള്ളതൊന്ന് ഓർത്തിരുന്നാൽ മതി. 551 റിലേറ്റഡ് ടു എന്താണ് ഗ്രൈൻഡിങ് വീലാണ്. ഗ്രൈൻഡിങ് വീലിന്റെ ആ ഒരു മാർക്കിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് മാർക്കിംഗ് സിസ്റ്റം IS 551. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. ദെൻ ഗ്രേഡ് വന്നിട്ട് ഈ തരത്തിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ സോഫ്റ്റ്, മീഡിയം, ഹാർഡ്. ദെൻ സ്ട്രക്ചർ വന്നിട്ട് ഈ പറഞ്ഞ നമ്പർ ഓഫ് കട്ടിംഗ് എഡ്ജസ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ദെൻ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ബോണ്ട്, ഇപ്പൊ ഇവിടെ വിട്രിഫൈഡ് ബോണ്ട്, ദെൻ മാനുഫാക്ചർ റെഫറൻസ് ആണ് ഏറ്റവും അവസാനം വരുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ അത്തരത്തിലാണ് ഒരു മാർക്കിംഗ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി ഈ പറയുന്ന നമ്മളുടെ ഗ്രൈൻഡിങ് വീലുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അബ്രസീവിന്റെ ഗ്രൈൻഡിങ് വീലുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ സോഫ്റ്റസ്റ്റ് ബോണ്ട് ഇൻ ദ ഗ്രൈൻഡിങ് വീൽ ഈസ് ഡാഷ്. സോഫ്റ്റസ്റ്റ് ബോണ്ട് ഏതാണ്? റബ്ബർ ബോണ്ട്, സിലിക്കേറ്റ് ബോണ്ട്, ഷെല്ലാക്ക് ബോണ്ട്, റെസിനോയിഡ് ബോണ്ട്. ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള ബോണ്ട് ഏതാണ്? സിലിക്കേറ്റ് ബോണ്ട്. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. ശ്രദ്ധിക്കുക, ഓപ്ഷൻ ബി സിലിക്കേറ്റ് ബോണ്ട് ആണ് കേട്ടോ. സിലിക്കേറ്റ് ബോണ്ട് ആണ്. അപ്പം അത്തരത്തിലെ ഏറ്റവും സോഫ്റ്റസ്റ്റ് ബോണ്ട് ഏതാണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സിലിക്കേറ്റ് ബോണ്ട് ആണ്. ഷെല്ലാക്ക് ബോണ്ടിനെ നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക? ഷെല്ലാക്ക് ബോണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എന്ത് ലെറ്റർ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക? ഇ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. റെസിനോയിഡ് ബോണ്ടിനെ ഏതായിരിക്കും വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക? അപ്പൊ ഇവിടെ സിലിക്കേറ്റ് ബോണ്ട് എസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. സിലിക്കേറ്റ് സോഡ പ്ലസ് വാട്ടർ ഗ്ലാസ് ആണ്. സോഡിയം സിലിക്കേറ്റ് തന്നെയാണ് വാട്ടർ ഗ്ലാസ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു അബ്രസീവ് ഗ്രെയിൻ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ വീല് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവുക. സോ സോഫ്റ്റ് ബോണ്ട് ഇൻ ഗ്രൈൻഡിംഗ് വീൽ, സോഫ്റ്റസ്റ്റ് ബോണ്ട് ഇൻ ഗ്രൈൻഡിംഗ് വീൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കാം. അത്രയാണ് കൃത്യമായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. വിത്ത് ടൈം the grinding wheel start rubbing the workpiece instead of cutting. അല്ലെ, സമയം കൂടുന്തോറും എന്താണ് അത് കട്ടിങ് ഒഴിവാക്കിക്കൊണ്ട് ജസ്റ്റ് റബ്ബ് ചെയ്ത് പോകുന്നേ ഉണ്ടാവുള്ളൂ. ഡ്യൂ ടു ഡിക്രീസ് ഇൻ ഷാർപ്പ്നെസ്, ആ ഒരു കട്ടിങ് എഡ്ജ് ഒക്കെ ഡള്ളായി പോയിട്ടുണ്ടാവും. ഈ ഒരു ഫിനോമിനൻ ഏതായിരിക്കും പറഞ്ഞേ? ഗ്ലേസിംഗ് തന്നെയാണ്. അപ്പൊ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത്തരത്തില് നമ്മൾ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ അബ്രസീവ് മെറ്റീരിയൽ നമ്മൾ ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത് ആ പാർട്ടിക്കിൾ നമ്മളുടെ വീലിന്റെ ഇടയിലേക്കൊക്കെ അല്ലെങ്കിൽ വീൽ അബ്രസീവ് മെറ്റീരിയലിന്റെ ഇടയിലേക്ക് വന്ന് വീഴുന്നതിന് നമ്മൾ ലോഡിംഗ് എന്ന് പറയുന്നുണ്ടാവുക. ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ കട്ടിംഗ് എഡ്ജ് ഡള്ളായിട്ട് ജസ്റ്റ് റബ്ബിങ്, അല്ലെ, കട്ടിങ് നടക്കാത്ത രീതിയിൽ ജസ്റ്റ് റബ്ബിങ് മാത്രമാണ് ഗ്ലേസിംഗ് എന്ന് പറയുന്നുണ്ടാവുക. ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കൃത്യമായിട്ട് ഷാർപ്പ് എഡ്ജ് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ട്രൂയിങ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ എന്താണ് ആ ഒരു കൃത്യമായിട്ട് എന്താണ് കോൺസെൻട്രിക് ആയിട്ട് നമ്മൾ ആ വീലിനെ എത്തിക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് ട്രൂയിങ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് 4 പ്രോസസ്സും അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്തരത്തിൽ ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്മൂത്തും ഷൈനുമായിട്ട് അപ്പിയറൻസ് കാണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അപ്പിയർ കാണിക്കുന്നുണ്ടാവും എപ്പോഴാണ് ഇത്തരത്തിൽ ആ ഒരു വീല് ബ്ലണ്ട് ആയതിനു ശേഷം, അല്ലെ, ഇത്തരത്തിൽ ഡൾ ആയതിനു ശേഷം ഇത്തരത്തിൽ ഡെവലപ്പ് എ സ്മൂത്ത് ആൻഡ് ഷൈനിങ് അപ്പിയറൻസ് ഈസ് സെഡ് ടു ബി ഗ്ലേസ്ഡ് എന്ന് പറയാം. ഓക്കെ, അത് കൃത്യമായിട്ട് നോക്കിയിരുന്നാൽ മതിയാകും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് അബ്രസീവ് ഈസ് യൂസ്ഡ് ഫോർ ലാപ്പിംഗ് ഓഫ് ടങ്സ്റ്റൺ കാർബൈഡ്? ഇവിടെ ഒരു കമ്പൈൻ ചെയ്ത് ലാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ടും ബന്ധപ്പെട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരാം. അബ്രസീവ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ടും ഈ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇത്തരത്തില് ഡയമണ്ട് ആണ് കേട്ടോ, ഡയമണ്ട് ആണ്, ഓർത്തിരിക്കാം. ഇത്തരത്തില് എന്താണ് ഏതാണ് ലാപ്പിംഗ് ചെയ്യുന്ന സമയത്ത്, ടങ്സ്റ്റൺ കാർബൈഡിനെ ലാപ്പ് ചെയ്യുന്ന സമയത്ത് ഏത് അബ്രസീവ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഓപ്ഷൻ ഡി ഡയമണ്ട് ആണ്. മറ്റു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അബ്രസീവ്സ് യൂസ്ഡ് ഫോർ ലാപ്പിംഗ് ഓഫ് നോൺ ഫെറസ് മെറ്റൽസ്? നോൺ ഫെറസ് മെറ്റൽസ് ആണെങ്കിൽ ഏതായിരിക്കും?
അലൂമിനിയം ഓക്സൈഡ്. യെസ്, നോൺ ഫെറസ് മെറ്റൽസ് ആണ് അലൂമിനിയം ഓക്സൈഡ് അല്ലെ. അലൂമിനിയം ഹോണിങ് വരുമ്പം സിലിക്കൺ കാർബൈഡ് വരില്ലേ? ഏതാണ്? ഹോണിങ് ആവുമ്പം നോൺ ഫെറസ് കയറ്റുമ്പം സിലിക്കൺ കാർബൈഡ് ആവുമല്ലേ, അങ്ങനല്ലേ? ഹോണിങ് ലാപ്പിംഗ് ആകുമ്പോ അലൂമിനിയം ഓക്സൈഡ് ആണ് കേട്ടോ. അതെ അതെ, ഓക്കെ. ലാപ്പിംഗ് ആകുമ്പോൾ നമുക്ക് അലൂമിനിയം ഓക്സൈഡ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് ഓർത്തിരിക്കാം. ദെൻ ഇപ്പം ഇതില് ഗേജസും ഡൈസും ഒക്കെ ആണെന്നുണ്ടെങ്കിലോ? ലാപ്പിംഗ് യെസ്, ബോറോൺ കാർബൈഡ്. നമുക്ക് ഈ സർഫസ് പ്ലേറ്റ് ലാപ്പിംഗ് ആണോ വരുന്നത്? കറക്റ്റ് ഏത് ആൻസർ വരുന്നത്? ലാപ്പിംഗ് ആണോ മറ്റേ സ്ക്രാപ്പിംഗ് ആണോ വരുന്നത്? രണ്ട് ആൻസർ കണ്ടിട്ടുണ്ട്. സ്ക്രാപ്പിങ്ങിനെക്കാട്ടിൽ കുറച്ചുകൂടെ നമുക്ക് സർഫസിൽ കൃത്യമായിട്ട് ഫിനിഷ് കിട്ടുന്നത് ലാപ്പിംഗ് തന്നെയാണ്. ലാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ പറയുന്നുണ്ടാവുക. അതെ, പക്ഷെ ആൻസർ കീയിൽ എന്നുവെച്ചാൽ ഒരു ISR ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ലാപ്പിംഗ്, പക്ഷെ PSC നോക്കുന്ന സമയത്ത് സ്ക്രാപ്പിംഗ് ആണ് കിടക്കുന്നത്. സ്ക്രാപ്പിങ്ങിന് അത്രയും ആക്യുറസി കിട്ടില്ലല്ലോ. നമ്മൾ സ്ക്രാപ്പേഴ്സ് വെച്ച് ചെയ്യുന്ന സമയത്ത് അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കിട്ടും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ മിസ്റ്റേക്ക് വന്നതാവാൻ. അത് ഇസ്രോയുടെ തന്നെ ആയിരിക്കും കറക്റ്റ് ആൻസർ. ലാപ്പിംഗ് അല്ലേ വന്നത്, അവരുടെ ഫാക്ടറി തന്നെ നോക്കിയത്. ലാപ്പിംഗ് ആവാനാണ് സാധ്യത കൂടുതൽ കേട്ടോ. ഇത്തരത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള സർഫസ് പ്ലേറ്റ് ഒക്കെ ലാപ്പ് ചെയ്ത് എടുക്കാറ്. സ്ക്രാപ്പിങ്ങിനെക്കാട്ടിൽ കുറച്ചുകൂടെ ബെറ്റർ ലാപ്പിംഗ് തന്നെയാണ്. അത് ഓർത്തിതാൽ മതിയാകും. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു PSC എനിക്കൊന്ന് ചിലപ്പോൾ അത് PSCയുടെ പ്രൊവിഷണൽ ആണോ അതോ ഫൈനൽ കീ ആണോ നോക്കിയത്? അതൊന്ന് ചെക്ക് ചെയ്യണേ. ഫൈനൽ കീ ആണ്. ഫൈനൽ കീ ആണോ? ഓക്കെ, ഫൈനൽ കീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉത്തരം, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഉത്തരം എഴുതുന്നതാണ് നമുക്ക് സേഫ്. കാര്യം അത്തരത്തില് നമുക്കത് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഇൻ കേസ് അങ്ങനെ ഒരു ചോദ്യം വരികയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇത്തരത്തിൽ അതേ ചോദ്യത്തിന് ഇങ്ങനെ ഒരു ഉത്തരം വന്നിട്ടുണ്ട്, ഫൈനൽ കീ ആയിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ ഉത്തരം വരാൻ സാധ്യത എനിക്ക് തോന്നുന്നു സർഫസ് പ്ലേറ്റിൽ ലാപ്പിംഗ് തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. അത് തന്നെയാണ് സാധ്യത. അതില് പ്രത്യേകിച്ച് എന്താ സർഫസ് ഫിനിഷ് സ്ക്രാപ്പ് ഇങ്ങനെയൊന്നും അറിയത്തില്ലെങ്കിലും സർഫസ് പ്ലേറ്റ് സ്ക്രാപ്പിഡ് സർഫസ് എന്നുണ്ട്, പക്ഷെ ഫിനിഷിംഗ് എന്നൊന്നും ഇല്ല, ജസ്റ്റ് സ്ക്രാപ്പിഡ് സർഫസ് നടപ്പുണ്ട്. പക്ഷെ അതിങ്ങനെ ആൻസർ ആവൂ? ഇല്ല, അത് അല്ല. അവസാനം നമ്മൾ സാധാരണ ഫിനിഷ് ആ ഒരു പർട്ടിക്കുലർ എന്താണ് ഫിനിഷിലേക്ക് നമ്മളിപ്പം ഓരോ പ്രോസസ്സിനകത്തും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഉണ്ടല്ലോ. അപ്പോൾ ആ കൃത്യമായിട്ടുള്ള ഡയമെൻഷനിലേക്ക് എത്തുന്നതും നിയർ ടു ദ ഡയമെൻഷനിൽ എത്തുന്നതും അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണല്ലോ. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ സ്ക്രാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ഇൻ ബിറ്റ്വീൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഫൈനൽ ഡയമെൻഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫിനിഷിംഗ് പ്രോസസ്സ് എന്ന നിലയിൽ നമ്മൾ ലാപ്പിംഗ് ഒക്കെയാണ് സാധാരണ ചെയ്യുന്നുണ്ടാവുക. നമുക്കൊരു ഫിനിഷിംഗ് പ്രോസസ്സ് നമുക്ക് സ്ക്രാപ്പിങ്ങിനെ ഈ ഒരു കേസിൽ നമുക്ക് പറയാൻ സാധ്യത വളരെ കുറവാണ്, അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതിയാവും കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. ഇവിടെ ഇപ്പോൾ എന്താണ് അബ്രസീവ് യൂസ്ഡ് ഫോർ ലാപ്പിംഗ് ഗേജസ് ആൻഡ് ഡൈസ്, നമുക്ക് ബോറോൺ കാർബൈഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ സെൻട്രൽലെസ് ഗ്രൈൻഡിംഗ് മെഷീൻ ദ മാക്സിമം ആംഗുലാർ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റെഗുലേറ്റിംഗ് വീൽ. ഇൻ സെൻട്രൽലെസ് ഗ്രൈൻഡിംഗ് മെഷീൻ ദ മാക്സിമം angular adjustment of regulating wheel is 5 degree, 30 degree, 10 degree, 20 degree. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി 10 ഡിഗ്രി. അപ്പം 7 ഡിഗ്രി ടു 10 ഡിഗ്രി ആയിരിക്കും നമുക്ക് അവിടെ ഈ ആംഗുലാർ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ സാധാരണഗതിയിൽ റെഗുലേറ്റിംഗ് വീൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമുക്കറിയാം ഇത്തരത്തിൽ 2 വീലുകൾ അവിടെ ഉണ്ടാകും അല്ലെ. ഒന്ന് അബ്രസീവ് വീലും ഉണ്ടാവും, അതുപോലെ തന്നെ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു വീലും ഉണ്ടാവും, റെഗുലേറ്റിംഗ് വീൽ. അപ്പൊ റെഗുലേറ്റിംഗ് വീൽ അല്പം ചരിച്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഈ ചരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ആ ഒരു ഫീഡ് കൊടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ടാവും. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡൽ ഫീഡ് നമുക്ക് ഇത്തരത്തിൽ ഇൻക്ലിനേഷൻ അനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ 7 മുതൽ 10 ഡിഗ്രി വരെയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ മാക്സിമം നമ്മൾ ആ ഒരു ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, 2 വീൽ, അതായത് അബ്രസീവ് വീല് റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും നമ്മളുടെ കൺട്രോൾ വീൽ അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് വീലും റൊട്ടേറ്റ് ചെയ്യുന്നത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റിനകത്ത് നമുക്കറിയാം റെഗുലേറ്റിംഗ് വീൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോണ്ട് റബ്ബർ ബോണ്ട് ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. സോ റബ്ബർ ബോണ്ടഡ് അബ്രസീവ് വീലാണ് ഇത്തരത്തിൽ നമ്മൾ ആ ഒരു റെഗുലേറ്റിംഗ് അല്ലെങ്കിൽ കൺട്രോൾ വീൽ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ടോളറൻസ് ഗ്രേഡ് which can be obtained economically by grinding process. IT 8611101. The tolerance grade, നമുക്കറിയാം 18 ഗ്രേഡ് ആണ് ടോളറൻസ് ഗ്രേഡ് ഉള്ളത്. അതിനകത്ത് വിച്ച് ക്യാൻ ബി ഒബ്ടൈൻഡ് എക്കണോമിക്കലി ബൈ ഗ്രൈൻഡിംഗ് പ്രോസസ്. ഗ്രൈൻഡിംഗ് പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന ടോളറൻസ് ഗ്രേഡ് എത്രയാണ്?
പ്രീവിയസ് ഇയർ ചോദ്യമാണ്, VSSC ഇസ്രോയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏതാണ്? പറഞ്ഞോളൂ, ഗസ് ചെയ്തോളൂ, കുഴപ്പമില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഓപ്ഷൻ ബി ആണ് സർ. യെസ്, ഓപ്ഷൻ ബി. റൈറ്റ് ആൻസർ ആണ് കേട്ടോ, ഓപ്ഷൻ ബി തന്നെയാണ്. 86 തന്നെയാണ്, 86 ആണ്, ഓർത്തിരിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ടോളറൻസ് വാല്യൂ നമുക്കറിയാം 18 നമ്പറിലാണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. സോ അതിനകത്ത് IT01 to IT0, അതുപോലെ തന്നെ IT18 വാല്യൂ നമുക്ക് കൊടുക്കുന്നുണ്ടാവും അല്ലെ, 18 വാല്യൂ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. സോ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളുടെ ഗ്രൈൻഡിങ് ഫൈൻ ഹോണിങ് എന്ന് പറയുന്നത് IT6 ആണ്. ഇതുപോലെ 18 ഗ്രേഡും ഉണ്ടാവോ? ഓരോന്നിനും ഓരോ അപ്പം നമ്മളിപ്പോ ടേണിങ്ങിന് IT8, അങ്ങനെ ഓരോ പ്രോസസ്സിനും നമ്മൾ ഓരോ ടോളറൻസ്. 18 പഠിക്കണോ? നമ്മുടെ നിമീർ അത് പറയുന്നില്ല. ഇല്ല, എല്ലാം ഒന്നും പഠിക്കണ്ട. നമ്മളിപ്പോ ഒരു പ്രീവിയസ് ഇയർ ഫിറ്ററിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾക്ക് നമ്മളുടെ ചോദ്യകർത്താവ് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ എടുക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോ അപ്പൊ അതുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിനിട്ടേ ഉള്ളൂ. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സാധനം, ഒരു ടേബിൾ ഒന്നും നമ്മളുടെ ബുക്കിൽ കൊടുത്തിട്ടില്ല. പക്ഷേ അത് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ അവർക്ക് ഈ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അവിടെ നിന്നൊരു ചോദ്യം ഇടുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് ഓർത്തിരുത്താൻ മതിയാകും. അപ്പോൾ ഗ്രൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഫൈൻ ഹോണിങ് അല്ലെങ്കിൽ ഗ്രൈൻഡിങ്ങിനൊക്കെ നമ്മൾ ഒരു ടോളറൻസ് ഗ്രേഡ് IT6 ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് ഓർത്തിരിക്കുന്ന ലാപ്പിംഗ് ഹോണിങ് നമുക്കറിയാം IT4 ആണ്. ദെൻ മെഷീൻ, അതുപോലെ തന്നെ ലാപ്പിംഗ് ഹോണിങ് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ടേണിംഗ് നമ്മുടെ സെൻട്രലെസ് അല്ലെങ്കിൽ നമ്മളെ ലേത്തിൽ നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് IT8 എന്നുള്ള രീതിയിലാണ് ഓർത്തിരിക്കുക. ഓക്കെ, പ്രധാനമായിട്ടുള്ളതൊന്ന് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. പ്രധാനമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. ഗ്രൈൻഡിങ് പ്രോസസ്സിൽ ടോളറൻസ് ഗ്രേഡ് എത്രയാണെന്നുള്ളത് IT6 ഒന്ന് ഓർത്തിരുന്നാൽ മതിയാകും. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കട്ടിംഗ് ഓയിൽ ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് ക്ലോഗ് ഇൻ ഫൈൻ ഗ്രൈൻഡിങ്? The following cutting oil is used to prevent clog in fine grinding. Soluble oil, synthetic oil, fluid, water, mineral oil. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഇതും നേരത്തെ പോലെ തന്നെ VSSC ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ PSC പ്രീവിയസ് ഇയർ മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള എക്സാംസ് ഫിറ്റർ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. ഓപ്ഷൻ എ സോലുബിൾ ഓയിൽ. ഓക്കെ, സോലുബിൾ ഓയിൽ അല്ല. ശ്രദ്ധിക്കുക, ഉത്തരം വരിക സിന്തറ്റിക് ഫ്ലൂയിഡ് ആണ് കേട്ടോ. സിന്തറ്റിക് ഫ്ലൂയിഡ് ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തില് സിന്തറ്റിക് ഫ്ലൂയിഡ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക? ഇത്തരത്തിൽ മിനിമൈസ് ക്ലോഗിങ് ഒക്കെ, ഗ്രൈൻഡിങ്ങിലൊക്കെ ക്ലോഗിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തില് നോൺ ഓയിലി ആയിട്ടുള്ള സിന്തറ്റിക് ഫ്ലൂയിഡ് ആണ്. അപ്പൊ അവിടെ ഓയിൽ ഒന്നും വരുന്നുണ്ടാവില്ല. ഇവിടെ ആ ഒരു രീതിയിൽ ഒരു ഒരു ഫ്ലൂയിഡ് ആണ്, സിന്തറ്റിക് ഫ്ലൂയിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓപ്പറേറ്റർക്ക് ആ ഒരു ഗ്രൈൻഡിങ് പ്രോസസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സോ അതൊക്കെയാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ കളറൊക്കെ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കളറൊക്കെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ഫൈൻ. ഒരു കെമിക്കൽ സൊല്യൂഷൻ ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ഡിസൈറബിൾ ഹാർഡ്നെസ് ഇൻ എ ഫയൽ ഈസ് ജനറലി. ഫയലിന്റെ ഹാർഡ്നെസ് എത്രയാണ്? 60 HRC. ചോദിച്ചിട്ടുള്ളതാണ് 60 HRC ഡിസൈറബിൾ ഹാർഡ്നെസ് ഓഫ് എ ഫയൽ. ഫയലിന്റെ ഹാർഡ്നെസ് 60 റോക്ക്വെൽ ഹാർഡ്നെസ് ആണ് ഇത്തരത്തിൽ 60 HRC പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, the best position to hold the job in the vice when filing. Elbow level. യെസ്, ആ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, എൽബോ ലെവൽ തന്നെയാണ് ഉത്തരം വരുന്നുണ്ടാവുക. ഏത് പൊസിഷനിലാണ് നമ്മൾ ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഫയൽ വെക്കേണ്ടത് എന്നുള്ള ചോദ്യം, അത് എൽബോ ലെവൽ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഈ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഒന്ന് 60 HRC ആണ് നമ്മളുടെ ആ ഒരു ഡിസൈറബിൾ ഹാർഡ്നെസിന്റെ ആ ഒരു ലെവൽ വരുന്നുണ്ടാവുക ഫയലുമായി ബന്ധപ്പെട്ട്. ഫയൽ ചെയ്യുന്ന സമയത്ത് എൽബോ ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, ഓക്കെ, ഇവിടെ ഫയൽ ഓഫ് ആൻ അലൂമിനിയം ബ്ലോക്ക് ടു എ സ്മൂത്ത് ഫിനിഷ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കട്ട് ഓഫ് ദ ഫയൽ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ? ഏതായിരിക്കും വരുന്നുണ്ടാവുക? അത് സംശയമൊന്നും വേണ്ട, സിംഗിൾ കട്ട് ഫയൽ തന്നെയാണ് കേട്ടോ. ഇത്തരത്തിൽ അലൂമിനിയം ബ്ലോക്ക് സ്മൂത്ത് ഫിനിഷിലേക്കൊക്കെ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് കട്ട് ഒക്കെ നമുക്കറിയാം, നിരവധി കട്ടുകളുണ്ട് അല്ലെ. ഇത്തരത്തിൽ സിംഗിൾ കട്ട് ഫയൽ, ഡബിൾ കട്ട് ഫയൽ, കർവ്ഡ് റാസ്പ് കട്ട് ഫയൽ, അങ്ങനെ 4 ടൈപ്പ് നമ്മൾ പഠിക്കാറുണ്ട്. അതിനകത്ത് സിംഗിൾ കട്ട് ഫയലാണ് മോസ്റ്റ് സ്യൂട്ടബിൾ എന്നുള്ളത് ഓർത്തിരിക്കാം. സിംഗിൾ കട്ട് ഫയലിന്റെ പ്രത്യേകത നമുക്കറിയാം. ചോദിക്കുന്ന മറ്റു ചോദ്യം, അത് ഒരു റോ ഓഫ് ടീത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്തരത്തിൽ ഒരു റോ ഓഫ് ടീത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി ആയിരിക്കും അതിന്റെ ആ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആംഗിൾ. സിംഗിൾ കട്ട് ഫയലിന്റെ ഒരു ടീത്തുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ബ്രാസ്, അലുമിനിയം, ബ്രോൺസ്, ബ്രാസ്, അതുപോലെ തന്നെ കോപ്പർ മെറ്റീരിയലൊക്കെ നമ്മൾ സാധാരണ സോഫ്റ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം.
The type of file mostly used for trimming the rough edges of soft റഫ് ഫയൽ ഏതായിരിക്കും? that is trimming the rough edges of soft metal casting ഏതായിരിക്കും? റഫ് ഫയൽ തന്നെയാണ്. ഓപ്ഷൻ എ റഫ് ഫയൽ ആണ്. റഫ് ഫയൽ. ഓക്കെ. അപ്പൊ റഫ് ഫയൽ ഇത്തരത്തിൽ എന്താണ്? ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. അത് പലപ്പോഴും ചോദിക്കാറുള്ളത് അതായത് പെട്ടെന്ന് റാപ്പിഡ്ലി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റഫ് ഫയൽ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ആ ഒരു കീവേഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? ബസ്റ്റാർഡ് ആണ് അല്ലെ? ബസ്റ്റാർഡ് ആണ്. ഓക്കെ റൈറ്റ്. അപ്പൊ ട്രിമ്മിങ് ദ റഫ് എഡ്ജസ് ഓഫ് എ സോഫ്റ്റ് മെറ്റൽ കാസ്റ്റിംഗ് ഒക്കെ നമ്മൾ സാധാരണ റഫ് ഫയൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ഫൈൻ. സോ അത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. In how many teeth per centimeter are cut on second cut file? So second cut file nathu എത്ര teeth per centimeter? 14-17. Yes, right answer ആണ്. ശ്രദ്ധിക്കുക, സെക്കൻഡ് കട്ട് 14-17. യെസ് 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 14 മുതൽ 17 വരെയാണ്. 5 to 8 എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കും? റഫ് ഫയൽ റഫ് ഫയൽ തന്നെയാണ് 5 to 8 എന്ന് പറയുന്നത്. അപ്പം 9 to 13 ഉണ്ടോ? 9 to 30 വരുന്നുണ്ടോ? ആദ്യത്തെ റഫ് ഫയൽ കഴിഞ്ഞ രണ്ടാമത്തെ ഫയൽ ഏതാണ്? ബസ്റ്റാർഡ് അല്ലേ? ബസ്റ്റാർഡ് ഫയൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം അത്തരത്തില് ഓർത്തിരുന്നാൽ മതി. നമുക്കിവിടെ സെക്കൻഡ് കട്ട് ഫയലിൽ ഇത്തരത്തില് 17 അല്ലെങ്കിൽ 14 മുതൽ 17 വരെ ഉണ്ടാകും. അപ്പൊ അതിന്റെ ലെങ്ത് കൂടെ ഓർത്തിരുന്നത്. ലെങ്ത് ഓഫ് ഫയൽ വന്നിട്ട് 150 മുതൽ 300 mm ആണ് കേട്ടോ. ഒരടി 300 അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ. 150 മുതൽ 300 mm വരെയാണ് ലെങ്ത് ഓഫ് ഫയൽ റേഞ്ച് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്നാമത്തെ ഫയലാണ്. അപ്പം ദാറ്റ് ഈസ് റഫ് ഫയൽ, അതുപോലെ തന്നെ ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട് ഫയൽ, സ്മൂത്ത് ഫയൽ, ദെൻ അതുപോലെ തന്നെ അതെന്താണ് ഡെഡ് സ്മൂത്ത് ഫയൽ അല്ലെ? ഇത്തരത്തിലാണ് നമ്മൾ ആ ഒരു ഗ്രേഡ് നമ്മൾ ഇത്തരത്തിൽ പറയുന്നുണ്ടാവുക. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നാൽ മതിയാകും. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ദ ഗ്രേഡ്സ് നോട്ട് റെക്കമെൻഡഡ് ബൈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS ഏതായിരിക്കും? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം റെക്കമെൻഡ് ചെയ്യാത്ത ഗ്രേഡ്, ചെയ്ത ഗ്രേഡ് നമ്മൾ ഗ്രേഡ് എന്താണ് പറയാ? റഫ്, അതുപോലെ തന്നെ ബസ്റ്റാർഡ്, അതുപോലെ തന്നെ എന്താണ് സെക്കൻഡ് കട്ട്, സ്മൂത്ത്, അതുപോലെ തന്നെ ഡെഡ് സ്മൂത്ത് അല്ലെ? ഇത്തരത്തിൽ RBSSD എന്നുള്ള ഒരു കോഡ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതിനകത്ത് റഫ് ഫയൽ എന്താണ് ഈ പറഞ്ഞ BIS പ്രകാരം അവിടെ ഇല്ല. ബാക്കിയുള്ള 4 എണ്ണമാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗ്രേഡുകൾ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം എത്ര നമ്പർ ഓഫ് ഗ്രേഡുകളാണ് ഈ പറഞ്ഞ BIS പ്രകാരം ഉള്ളത് എന്നുള്ള ചോദ്യം വന്നാലും നമുക്ക് ഇത്തരം എഴുതാൻ പറ്റും. 4 എന്നുള്ളത് ഓർത്തിരുന്നാൽ മതിയാകും. ഓക്കെ, അപ്പൊ ബസ്റ്റാർഡ്, അതുപോലെ തന്നെ സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത് എന്നുള്ള 4 ഗ്രേഡുകളാണ് ആസ് പെർ BIS പ്രകാരം ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കും. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. The half round file are made in dash grades. ഹാഫ് റൗണ്ട് ഫയൽ അല്ലെ? ഒരു ടൈപ്പ് ഫയലാണ് ഹാഫ് റൗണ്ട് ഫയൽ. ഷേപ്പ് പ്രകാരം ഹാഫ് റൗണ്ട് ഫയൽ അറിയാം. സോ ഹാഫ് റൗണ്ട് ഫയൽ ഏതൊക്കെ ഗ്രേഡുകളിൽ അവൈലബിൾ ആണ്? ബസ്റ്റാർഡ് ആൻഡ് സെക്കൻഡ് ഗ്രേഡ്, റഫ് സെക്കൻഡ് സ്മൂത്ത് ഗ്രേഡ്, ബസ്റ്റാർഡ് സെക്കൻഡ് ആൻഡ് സ്മൂത്ത് ഗ്രേഡ്, ഓൾ ഗ്രേഡ്സ് ഏതാണ് പറഞ്ഞത്? ഓൾ ഗ്രേഡ്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ചോദ്യം ഇടാൻ കാര്യം അതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ ബസ്റ്റാർഡ് സെക്കൻഡ് സ്മൂത്ത് ഗ്രേഡുകളാണ് ഹാഫ് റൗണ്ട് ഫയലുകളിൽ കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്തിരുന്നാൽ മതി. സോ ദീസ് ഫയൽസ് ആർ മെയ്ഡ് ഇൻ ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട് ആൻഡ് സ്മൂത്ത് ഗ്രേഡ് എന്ന് എടുത്തവർ പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. സോ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് ഇത്തരത്തിൽ ഹാഫ് റൗണ്ട് ഫയലിന്റെ പ്രത്യേകത നമുക്കറിയാലോ. ഇത്തരത്തിൽ സെമി സർക്കുലർ ഷേപ്പിൽ, ഇത്തരത്തിൽ എന്താണ് കർവ്ഡ് ഷേപ്പ്, സെഗ്മെന്റ് ഓഫ് സർക്കിൾ ആയിട്ടായിരിക്കും. സെമി സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു സെഗ്മെന്റ് ആയിട്ട്, ഒരു സർക്കിളിന്റെ സെഗ്മെന്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു ക്രോസ് സെക്ഷൻ വരുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന നമ്മുടെ കർവ്ഡ് സർഫസോ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് സർഫസ്, ഇന്റേണൽ കർവ്ഡ് സർഫസ് ഒക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഫ് റൗണ്ട് ഫയൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് പ്രധാനമായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത് ഗ്രേഡുകളിലാണെന്നുള്ളതും ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഡെഡ് സ്മൂത്ത് എന്നുള്ള ഒരു ഗ്രേഡ് നമുക്ക് അവിടെ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. നീഡിൽ ഫയൽ ഒരു സ്പെഷ്യൽ ഫയൽ ആണ് അല്ലെ? നീഡിൽ ഫയൽ ഈസ് അവൈലബിൾ വിത്ത് മാക്സിമം അതെ ഓർത്തിരിക്കാം.
നീഡിൽ ഫയൽ എന്ന് പറയുന്നത് നമുക്കറിയാം റേഞ്ച് 120 to 180 ആണ് അതിന്റെ നോമിനൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നോമിനൽ ലെങ്ത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 180 mm ആണ്. ഓക്കെ, അത് ക്ലിയർ ആയി വിചാരിക്കും. അപ്പൊ നീഡിൽ ഫയലുമായി ബന്ധപ്പെട്ട് അതിന്റെ ലെങ്ത് ഗ്രേഡ് ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ലെങ്ത് 120 180 ആണ് എന്റെ റേഞ്ച് എന്ന് പറയുന്നുണ്ടാവുക. ഗ്രേഡ് വന്നിട്ട് 2 ഗ്രേഡ് ആണ്, ബസ്റ്റാർഡും അതുപോലെ തന്നെ സ്മൂത്ത്. അത് കട്ട് 0 കട്ട് 2 എന്നാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ബസ്റ്റാർഡും സ്മൂത്ത് ഗ്രേഡുകളാണ് നീഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഫയലിംഗ് മെത്തേഡ് ദ സൈസ് ഓഫ് ദ വർക്ക് പീസ് ഈസ് ബ്രോട്ട് ക്ലോസ് ടു ദ ഫിനിഷ്ഡ് സൈസ്? ക്ലോസ് ടു ദ ഫിനിഷ്ഡ് സൈസ്. ലോഞ്ചിറ്റ്യൂഡിലുണ്ട്, ട്രാൻസ്വേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡയഗണൽ ഉണ്ട്, സൈഡ് ഫയലിംഗ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും, ഏതാ വരുന്നുണ്ടാവുക? ഡയഗണൽ ആലോചിച്ച് പറഞ്ഞാൽ മതി. ലോങ്ങിറ്റ്യൂഡിലാവുമ്പോ ഫിനിഷിങ്, പിന്നെന്താ ലോഞ്ചിറ്റ്യൂഡിൽ വരിക ഫിനിഷിങ്ങിനാണ്, ഫിനിഷിങ് ഡയഗണൽ വരിക റഫ് ആയിട്ടുള്ള, അതായത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ എഡ്ജ് കട്ട് ചെയ്യാന്ന് പറയുന്നത്. ആ, അതേതാ എഡ്ജ് കട്ട് ചെയ്യാന്ന് പറയില്ലേ? അത് എഡ്ജ് കട്ട് ചെയ്ത് ട്രാൻസ്ഫേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് ക്ലോസ് ടു ദ ഫിനിഷ്ഡ് സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാൻസ്ഫേഴ്സ് ഫയലിംഗ് കൊടുക്കാം. ക്ലോസ് ടു ദ ഫിനിഷ് സൈസ് ആകുമ്പോൾ ട്രാൻസ്ഫേഴ്സ് ഫയലിംഗ്. എന്നാൽ നമ്മൾ എന്താണ് കൃത്യമായിട്ട് ഫിനിഷ് സൈസിലേക്ക് എത്തിക്കാൻ ലോഞ്ചിറ്റ്യൂഡൽ ഫയലിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ഉത്തരം വരിക എന്ന് വെച്ചാൽ ട്രാൻസ്ഫേഴ്സ് ഫയലിംഗ് ആണ്. ദാറ്റ് ഈസ് ക്ലോസ് ടു ദ ഫിനിഷ് സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഇത്തരത്തിൽ ട്രാൻസ്ഫേഴ്സ് ഫയൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആ എഡ്ജ് ഇത്തരത്തിൽ എന്താണ് റെഡ്യൂസ് മെറ്റീരിയൽ ഫ്രം ദ എഡ്ജ് ഓഫ് വർക്ക്, എന്താണ് ഇത്തരത്തിൽ എഡ്ജ് ഓഫ് വർക്ക് എന്നൊക്കെ നമുക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ക്ലോസ് ടു ദ ഫിനിഷ് സൈസിലേക്ക് എത്തിക്കുന്നു. എന്നാൽ ഫൈനൽ ഫിനിഷിംഗിലേക്ക് നമ്മൾ ഇതിലൂടെയാണ് എത്തുന്നുണ്ടാവുക, ലോഞ്ചിറ്റ്യൂഡൽ ഫയലിംഗിലൂടെ ആയിരിക്കും അല്ലെ. ശ്രദ്ധിക്കാം, അപ്പൊ ഇത് നമ്മുടെ ഫയലിംഗ് മെത്തേഡ് ആണ് അല്ലെ, എങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ടും ഇത്തരത്തിൽ മൂന്നായിട്ട് നമ്മൾ ഡയഗണൽ ഫയലിംഗ് ഉണ്ട്, ട്രാൻസ്ഫേഴ്സ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിലുണ്ട്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിൽ അവസാനമായിട്ട് ഫൈനൽ ഫിനിഷിൽ ചെയ്യുന്നു. അതുപോലെ ട്രാൻസ്ഫേഴ്സ് നമ്മൾ ഇടയിൽ, അതായത് ഇൻ ബിറ്റ്വീൻ ക്ലോസ് ടു ദ ഫിനിഷ് സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എഡ്ജ് വർക്കിന്റെ എഡ്ജിൽ നിന്നൊക്കെ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അതെങ്കിൽ നമ്മളുടെ ആ ഒരു ആക്സസിന് റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും നമ്മളത് നമ്മളെ ആ ഒരു ഫയറിംഗ് ചെയ്യുന്നുണ്ടാവുക. ലോങ്ങർ സൈഡ് ഓഫ് വർക്കിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് ട്രാൻസ്ഫേഴ്സ് ഫയലിംഗുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫൈൻ. സോ ആ ഒരു ചോദ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇത് നമ്മളുടെ പ്രീവിയസ് ഇയർ PSC ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. ക്രോസിംഗ് ഫയൽ, ഫിഷ് ബാക്ക് ഫയൽ എന്നറിയപ്പെടുന്ന ഏതാണ്? വാർഡിംഗ് ഫയല്, റിഫ്ലർ, മെഷീനിസ്റ്റിന്റെ ഫയൽ എന്നറിയപ്പെടുന്ന ഏതാണ്? മെഷീനിസ്റ്റിന്റെ ഫയൽ എന്നറിയപ്പെടുന്ന ഏതായിരിക്കും? വാർഡിംഗ് ഫയൽ. ലിസ്റ്റിന്റെ ഫയൽ എന്നറിയപ്പെടുന്നത് വാർഡിംഗ് ഫയൽ ആണ്. ഇതിപ്പോ നമ്മൾ ഫിഷ് ബാക്ക് ഫയൽ എന്നറിയപ്പെടുന്നത് ക്രോസിംഗ് ഫയൽ ആണ് കേട്ടോ, ക്രോസിംഗ് ഫയൽ. അപ്പൊ ക്രോസിംഗ് ഫയലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഓൾറെഡി. അതാണ് ഫിഷ് ബാക്ക് ഫയൽ എന്നറിയപ്പെടുന്ന ഫയൽ ഏതാണ്? പ്രീവിയസ് ഇയർ ഫിറ്റർ എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേരള PSCയിൽ. അതുപോലെ തന്നെ ഇതിന്റെ മനസ്സിലാക്കേണ്ട മറ്റു 2 പോയിന്റുകൾ എന്ന് വെച്ചാൽ അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? കൃത്യമായിട്ടൊരു ഡിഫറെന്റ് കർവാണ് രണ്ട് സൈഡിൽ ഉണ്ടാവുക. ഇത്തരത്തിൽ ഒരു സൈഡിൽ ഒരു കർവ്, മറ്റൊരു സൈഡിൽ മറ്റൊരു കർവായിട്ടായിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. അത് നമ്മൾ ഹാഫ് റൗണ്ട് ഫയൽ, തൊട്ട് മുന്നേ കണ്ട ഹാഫ് റൗണ്ട് ഫയലിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈപ്പാണ് ക്രോസിംഗ് ഫയൽ എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ദ മിനിമം നമ്പർ ഓഫ് ടീത്ത് ഷുഡ് എക്സ്റ്റെൻഡ് വൈൽ ഹാക്സോയിങ് അക്രോസ് ദ സർഫസ് ഓഫ് ദ മെറ്റീരിയൽ ടു ബി കട്ട്? 2 or 3. Option B. അറിയാം, നോട്ട് ലെസ് ദാൻ 2 എന്ന മിനിമം എത്രയാണ്? 2 നമുക്കിവിടെ മിനിമം നമുക്ക് 2 നമുക്കവിടെ എന്താണ് കോൺടാക്റ്റിൽ കൊണ്ടുവരണം അല്ലെ, എന്നാൽ മാത്രമേ അതൊക്കെ പ്രോപ്പർ ആയിട്ട് കട്ട് നടക്കുള്ളൂ. ഇഫ് ലെസ് ദാൻ 2 the teeth are in contact with work, അവിടെ എന്താണ് ഇത്തരത്തില് ബ്രേക്കേജ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ മിനിമം നമ്മൾ എത്രയാണ്? മിനിമം നമ്മൾ 2 മിനിമം നമ്മൾ 2 നമ്മൾ എപ്പോഴും കോൺടാക്റ്റിൽ കൊണ്ടുവരണം എന്നുള്ളത് ഓർത്തിക്കാം. ഓക്കെ, സോ അതൊന്ന് ഓർത്തിരുന്നാൽ മതി ഹാക്സോ ബ്ലേഡുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ചോദ്യം എന്താ? A hole is to be reamed on a mild steel with 12 mm diameter reamer. ഓക്കെ, ഇത്തരത്തില് റീമിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു ഡ്രില്ലിന്റെ ഹോള് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ബേസിക് ആയിട്ട് അറിയാം. ഡ്രില്ലിന്റെ ഹോള് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ എല്ലാവരും? അണ്ടർ സൈസ്, ഓവർ സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ? Rim size minus under size plus over size. യെസ്. അത് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ പറഞ്ഞ രീതിയിൽ ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇഫ് അണ്ടർ സൈസ് ഈസ് ഈക്വൽ ടു 0.3 mm, ഓവർ സൈസ് 0.05 mm,
വാട്ട് വിൽ ബി ദ ഡയമീറ്റർ ഓഫ് ദ ഡ്രിൽ ഫോർ ഡ്രില്ലിംഗ് ദ ഹോൾ ബിഫോർ റീമിംഗ്. ആ ഒരു ഡ്രിൽ സൈസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ 12 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ 0.3 തന്നിട്ടുണ്ട്, 0.05 തന്നിട്ടുണ്ട്. അപ്പൊ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? അപ്പോ 12 നമ്മള് 0.35 കുറയ്ക്കുക അല്ലെ. അപ്പൊ നമുക്ക് പറയാം എന്താണ്, ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള, വളരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലം വന്നാൽ 1-2 മാക്സിമം 2 അത്രയൊക്കെ അതിന് മുകളിൽ പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അത്തരത്തിൽ 1-2 പ്രോബ്ലം വന്നാൽ നമുക്ക് അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. അത്തരത്തിൽ അണ്ടർ സൈസ് പ്ലസ്, അപ്പം ഇവിടെ ഫിനിഷ് സൈസ് പ്ലസ് അല്ലെങ്കിൽ ഇവിടെ മൈനസ്, അങ്ങനെയൊക്കെയുള്ള തിരിച്ചും മറിച്ചൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ഇത്തരത്തിൽ ഡ്രിൽ സൈസ് ചിലപ്പോൾ ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള വളരെ ചെറിയ പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇത്തരത്തിലുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The process in which the scrapped metal surface is decorated with the use of hand scraper. Scrapped metal surface is decorated with ഫ്രോസ്റ്റിങ്ങും ഫ്ലവറിങ്ങും ഒക്കെ ഒന്ന് തന്നെയാണ്. അതെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. ഫ്ലേക്കിംഗ് ആയിക്കോട്ടെ, ഫ്രോസ്റ്റിംഗ് ആയിക്കോട്ടെ, ഫ്ലവറിംഗ് ആയിക്കോട്ടെ, എല്ലാം ഒന്നാണ്. ഓൾ ഓഫ് ദി അബോവ് ഉത്തരം വരുന്നുണ്ടാവുക. ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരം വരുന്നുണ്ടാവുക. ഫ്ലേക്കിംഗ്, ഫ്രോസ്റ്റിംഗ്, ഫ്ലവറിംഗ് എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ, ഓർത്തിരിക്കാം. ഫ്രോസ്റ്റിംഗ് ഈസ് ഓൾസോ ബി കോൾഡ് ആസ് ഫ്ലേക്കിംഗ് ഓർ ഫ്ലവറിംഗ്. ഇത്തരത്തില് എന്താണ് ഫ്രോസ്റ്റിങ്ങിനെ വിളിക്കുന്ന മറ്റു 2 പേരാണ് ഫ്ലേക്കിംഗ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് എന്ന് പറയുന്നത്. അതിനകത്തൊരു നമുക്ക് എന്താണ് സ്ക്രാപ്പ് ചെയ്തതിനു ശേഷം ഇത്തരത്തിലൊരു എന്താണ് ഒരു പാറ്റേൺ ഉള്ള ഒരു ഫിനിഷ് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഫ്രോസ്റ്റിംഗ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് സ്ക്രാപ്ഡ് മെറ്റൽ സർഫസ് ഈസ് ഡെക്കറേറ്റഡ് വിത്ത് ദ യൂസ് ഓഫ് ഹാൻഡ് സ്ക്രാപ്പർ. അപ്പൊ ഹാൻഡ് സ്ക്രാപ്പറിന്റെ സഹായത്തോടു കൂടി സ്ക്രാപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടാകും അല്ലെ. ഒരു ചെറിയൊരു പാറ്റേൺ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും. ഓക്കെ, അത് ചിലപ്പം ഇത്തരത്തിലൊക്കെ ഓയിലൊക്കെ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് പിടിച്ചു നിർത്താനൊക്കെ ആയിട്ടാണ് സാധാരണഗതിയിൽ ഇത്തരത്തില് പോളിഷ് ചെയ്ത സ്ഥലത്ത് നമ്മൾ ഇത്തരത്തിൽ സ്ക്രാപ്പിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഫ്ലാക്കിംഗ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് അല്ലെങ്കിൽ ഫ്രോസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതൊന്ന് ഓയിൽ റിട്ടൻഷൻ ആണ് പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഫ്ലാക്കിങ്ങും ഫ്ലവറിങ്ങും ഫ്രോസ്റ്റിംഗും എല്ലാം ഒന്ന് തന്നെയാണ്. ഇത്തരത്തിൽ സ്ക്രാപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ ഒരു സർഫസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. For work of average hardness, blade of scraper is held at an angle of about dash. For work of average hardness, 30 ഉത്തരം ഓപ്ഷൻ പറഞ്ഞോളൂ, ഏതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, യെസ്. ഓക്കെ, ശ്രദ്ധിക്കുക, ആവറേജ് ഹാർഡ്നെസ്സിന് നമുക്ക് ആവറേജ് ഹാർഡ്നെസ് 30 ഡിഗ്രി തന്നെയാണ്. 30 ഡിഗ്രി ടു ദ സർഫസ് തന്നെയാണ്, ഓർത്തിരിക്കാം. 30 ഡിഗ്രി ടു ദ സർഫസ് ആണ് നമ്മൾ ആ ഒരു സ്ക്രാപ്പർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രേറ്ററും അതനുസരിച്ച് മാറുന്നുണ്ടാവും അല്ലെ. ഇത്തരത്തിൽ വർക്ക് ആവറേജ് ആണെന്നുണ്ടെങ്കിൽ ഹെൽഡ് അബൌട്ട് 32 സർഫസ് ആണ്. വളരെ ഹാർഡ് ആയിട്ടുള്ള വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ടു ദ സർഫസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഡിക്രീസ് ടു 20, ഏകദേശം 20 റേഞ്ചിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ടാകും. അപ്പോൾ ഓർത്തിരുന്നാൽ മതി. നമ്മുടെ സ്ക്രാപ്പർ പൊസിഷനുമായി ബന്ധപ്പെട്ട് ആവറേജ് ഹാർഡ്നെസ് ആണെങ്കിൽ 30 ഡിഗ്രി ടു സർഫസ്. വെരി ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. സോഫ്റ്റ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഡിക്രീസ് ടു 20 ഡിഗ്രിയുടെ അടുത്തായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. മറ്റൊരു ചോദ്യം, ഫോർമുല ഫോർ ഫൈൻഡിങ് ദ RPM ഓഫ് ഡ്രില്ലിന്റെ RPM കണ്ടുപിടിക്കാനുള്ള ബേസിക്. ഓപ്ഷൻ സി, V into 1000/T into pi. ഓപ്ഷൻ സി, V into 1000. നമുക്ക് ബേസിക് ഇക്വേഷൻ അപ്പൊ എന്താണ്, നമ്മൾ സാധാരണ ആ ഒരു RPM അല്ലേ. അപ്പം നമുക്ക് അല്ലെങ്കിൽ V is equal to നമുക്ക് എന്താ പൈ ഡി സ്പീഡ് അല്ലെ, സ്പീഡ് എന്ന് പറയുന്നത് πd/1000 m/min ആണ്. അതോ അപ്പൊ അതിനകത്ത് നിന്ന് n is equal to നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ V into 1000 divided by pi into t എന്നുള്ളത് രീതിയിൽ എഴുതാം. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം ഇതാണ്. In a radial drilling machine, the cutting speed ഓപ്ഷൻ എ 15%. ഓപ്ഷൻ എ 15%. ശ്രദ്ധിക്കുക, അപ്പം ഇത്തരത്തില് ഡ്രില്ലിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് കട്ടിംഗ് സ്പീഡ് ഇൻ കൗണ്ടർ സിങ്കിങ് എന്ന് പറയുന്നത് സാധാരണ 25% അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് ബുക്കില്. 25% ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ദാറ്റ് ഈസ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീനകത്ത് കട്ടിംഗ് സ്പീഡ് ഇൻ കൗണ്ടർ സിങ്കിങ് ഈസ് 25% ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡ്രില്ലിംഗ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ അത് എടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുന്നില്ലേ, കണ്ടിട്ടില്ലേ? എല്ലാം നമുക്ക് ഇതിന്റെ ഇത് വരുന്നില്ലല്ലോ, 25% എടുത്ത് പറയുന്നില്ല.
എടുത്ത് പറയുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മുടെ റേഡിയോ ഡ്രില്ലിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് കൗണ്ടർ സിംഗിങ്ങിനകത്ത് നമ്മൾ എല്ലായ്പ്പോഴും ഡ്രില്ലിംഗിന്റെ എന്താണ് സ്പീഡ് കൗണ്ടർ സിംഗിങ് ഇസ് 25% ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡ്രില്ലിംഗ് എന്നുള്ളൊരു വാല്യൂ ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരുന്നാൽ മതിയാകും. അപ്പൊ കൗണ്ടർ സിംഗിങ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്തരത്തിൽ നമ്മൾ എന്താണ് കോണിക്കൽ ആയിട്ടുള്ള ഒരു സർഫസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ആ ഒരു ബോൾട്ടിന്റെ ഒക്കെ ഹെഡ് അല്ലെങ്കിൽ സ്ക്രൂസിന്റെ ഒക്കെ ഹെഡ് കൃത്യമായിട്ട് സീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ സിംഗിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കോണിക്കൽ ഷേപ്ഡ് എൻലാർജ്മെന്റ് ഇൻ ദ എൻഡ് ഓഫ് ദ ഹോൾ. ഓക്കെ ഫൈൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഡ്രില്ലിംഗിന്റെ സ്പീഡിനെക്കാട്ടിലും 25% കുറവ് മതി എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി കൗണ്ടർ സിംഗുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, 1 meter is equal to dash. 1 meter is equal to dash. Option A. ഓപ്ഷൻ എ 39.37 ഇഞ്ച് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് ഇപ്പൊ ഒരു കൺവേർഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 1 meter എന്ന് പറയുന്നത് നമുക്കറിയാം 39.37 ഇഞ്ച് തന്നെയാണ്. 39.37. ഓക്കെ ഫൈൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കൺവേർഷൻ ഫാക്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാം. 1 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എത്രയായിരിക്കും? 1 ഇഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 2.54 സെന്റിമീറ്റർ ആണ് അല്ലെ. 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെന്റിമീറ്റർ അല്ലെങ്കിൽ 25.4 mm അല്ലെങ്കിൽ 2.54 സെന്റിമീറ്റർ എന്നുള്ളത് നമുക്കറിയാം. 1 യാർഡ് എന്ന് പറയുന്നത് 1 യാർഡ് എന്ന് പറയുന്നത് ശരിക്കും പറയാൻ 3 ഫീറ്റ് ആണ്. 1 യാർഡ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ 3 ഫീറ്റ് ആണ് 1 യാർഡ് എന്ന് പറയുന്നത്. സോ 1 യാർഡ് ഇസ് ഈക്വൽ ടു 36 ഇഞ്ച് അല്ലെങ്കിൽ 0.9144 മീറ്റർ എന്നുള്ളത് ഓർത്തിരിക്കാം. 1 mm എന്ന് പറയുന്നത് 0.03937 എന്നുള്ളത് ഓർത്തിരിക്കാം. 1 മീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം 1000 mm അല്ലെങ്കിൽ നമുക്ക് പറയാം 39.37 ഇഞ്ച് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ അത്തരത്തിലുള്ള കൺവേർഷൻ ഫാക്ടേഴ്സ് ഒന്ന് എഴുതി പഠിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും 3-4 ഓർത്തിരുന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ദ വെർനിയർ കാലിപ്പർ വിത്ത് ഇഞ്ച് ഗ്രാജുവേഷൻ വിൽ ഹാവ് എ ലീസ്റ്റ് കൗണ്ട് ഓഫ് ഡാഷ്. Option A. ഓപ്ഷൻ എ 0.001 ഇഞ്ച്. 0.001 ഇഞ്ച്. ഓക്കെ ഫൈൻ, അത് കറക്റ്റ് ആണ്. ഇത്തരത്തിൽ വെർനിയർ കാലിപ്പർ, അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു ഡൗട്ട് വന്നിട്ടുള്ളതാണ്, എനിക്കൊന്ന് നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തില് നമ്മുടെ വെർനിയർ കാലിപ്പർ അല്ലെങ്കിൽ മൈക്രോമീറ്ററിനകത്ത് ഇഞ്ച് കൺവേർഷൻ അല്ലെങ്കിൽ ഇഞ്ചസ് ആയിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് മെട്രിക്കും ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പീരിയൽ ആയിട്ടുള്ള ഇഞ്ച് നമുക്ക് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ രണ്ടും ഇത്തരത്തിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റിനകത്ത് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വെർനിയർ കാലിപ്പറിന്റെ കേസിൽ നമ്മൾ ഇത്തരത്തിൽ ഇഞ്ചസിൽ നമ്മൾ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ മെട്രിക്കിൽ നമ്മൾ സാധാരണ എടുക്കാറ് mm അല്ലെങ്കിൽ മെട്രിക്കിലാണ്, പക്ഷേ ഇഞ്ചസിലും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ നമുക്കറിയാം വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്താണ്? മെട്രിക്കിലാണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എത്രയായിരിക്കും? മെട്രിക്കിലാണെങ്കിൽ നമുക്കറിയാം ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ 1 MSD മൈനസ് 1 VSD അല്ലെ, സംശയമൊന്നുമില്ലല്ലോ. 1 MSD മൈനസ് മെയിൻ സ്കെയിൽ റീഡിംഗ്, മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ്. സാധാരണഗതിയിൽ നമുക്ക് നമ്മളുടെ അറിയാം, ദാറ്റ് ഈസ് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ 1 MSD എത്രയായിരിക്കും? നമ്മുടെ സാധാരണഗതിയിൽ മെട്രിക്കിനകത്ത് മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയായിരിക്കും? ഒരു 1 mm മൈനസ് 1 VSD. വെർനിയർ സ്കെയിൽ ഡിവിഷൻ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ഈ പറയുന്ന രീതിയിൽ ആദ്യത്തെ ഒരു സെന്റിമീറ്ററിനകത്ത് നമുക്ക് മൊത്തം 9 എണ്ണം ഉണ്ടാവും അല്ലെ. അപ്പൊ 9 ഡിവൈഡഡ് ബൈ 10 അല്ലെ, 9 ഡിവൈഡ് ബൈ അല്ലെങ്കിൽ 9 ഡിവൈഡ് ബൈ 10 അല്ലെങ്കിൽ 49, സാധാരണഗതിയിൽ 49 ഡിവൈഡ് ബൈ 50 അല്ലെ, 50 യൂണിറ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 1 MSD മൈനസ് 1 VSD എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ദാറ്റ് ഈസ് 0.02 mm ആണെന്നുള്ളത് നമുക്ക് വരാം അല്ലെ, സംശയമൊന്നുമില്ലല്ലോ. സാധാരണഗതിയിൽ ഇത്തരത്തിലാണ് നമ്മളുടെ ആ ഒരു ഗ്രാജുവേഷൻ കേസിൽ മെട്രിക്കിൽ നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റ് കൊണ്ട് വരാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു ഇത് തന്നിട്ട് നമ്മളോട് മെഷർ ചെയ്യാനൊന്നും ചോദിക്കില്ല. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു വെർനിയർ കാലിപ്പറിന്റെ ഇഞ്ചസിലാണെങ്കിൽ അതിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയായിരിക്കും? സപ്പോസ് ഈ വാല്യൂസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ലീസ്റ്റ് കൗണ്ട് തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഓരോന്നും വാല്യൂ തന്നു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള MSR പ്ലസ് VSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് LC എന്നുള്ള ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കറസ്പോണ്ടിങ് വേണമെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂസ് നമുക്ക് ഇപ്പൊ MSR തരുന്നുണ്ടാകും, VSR തന്നു, ലീസ്റ്റ് കൗണ്ട് തന്നിട്ടില്ല, അല്ലെങ്കിൽ നമുക്കത് എടുത്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 3 തന്നാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് റീഡിംഗ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ബേസിക്കലി നമ്മളുടെ ആ ഒരു മെട്രിക്കിന്റെ സിസ്റ്റം നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഇത്തരത്തിൽ വെർനിയർ കാലിപ്പറിന്റെ ഇഞ്ചസിന്റെ കേസ് എത്രയാണ് നമുക്കറിയാം. നമ്മൾ ഇപ്പൊ കണ്ടു എത്രയാണ്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.001 ഇഞ്ചാണ്. 0.001 ഇഞ്ചാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് രണ്ട് സ്കെയിലും കാണുന്നുണ്ട്. ഇത് ഇഞ്ചസിലാണ് കേട്ടോ, ഇത് ഇഞ്ചിലും ഇത് നമ്മുടെ വെർനിയർ സ്കെയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചിലും മറ്റേത് വെർനിയർ സ്കെയിലുമാണ്. അപ്പോൾ വെർനിയർ സ്കെയിൽ ഡിവിഷൻ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? 50 എണ്ണം കൊടുത്തിട്ടുണ്ട്. വെർനിയർ സ്കെയിൽ ഡിവിഷൻ 50 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഇതിന്റെ ലീസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ലീസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കേ, ഇവിടെ 1 ഇഞ്ച്, ഇവിടെ നോക്കേ 1 ഇഞ്ചിനെ നമുക്ക് എന്താണ്, ഇതാണ് 1 ഇഞ്ച് എന്ന് പറഞ്ഞത്. ആ 1 ഇഞ്ചിനെ മൊത്തമായിട്ടും 10 ഡിവിഷൻ ആയിട്ട് അല്ലെ, 10 യൂണിറ്റ് ആയിട്ട് അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 10 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ലീസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 MSD മൈനസ് 1 VSD ആണ്. 1 MSD മൈനസ് 1 VSD ആണ്. ഓക്കെ, 1 MSD മൈനസ് 1 VSD ആണ്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ എന്താണ് മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് എത്ര വരിക? മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്ര വരിക? 0.05 ഇഞ്ച്. 0.05 ഇഞ്ച് ആയിരിക്കും വരുന്നത് അല്ലെ, 0.05 ഇഞ്ച് ആയിരിക്കും വരുന്നുണ്ടാവുക മെയിൻ. അപ്പൊ അതായത് ഈ പറഞ്ഞ മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ഇത്തരത്തിൽ മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ് 0.05 ഇഞ്ച് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ വെർനിയർ സ്കെയിൽ ഡിവിഷൻ എത്രയാണ് വരുന്നുണ്ടാവുക? വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇവിടെ കാണുന്നുണ്ട് അല്ലെ, മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ എന്താണ് 2.45 ആണ്. 2.45. ഓക്കെ, ഇവിടെ നോക്കി 2.45 ഡിവൈഡ് ബൈ 50 വരുന്നുണ്ടാവും. സോ 2.45 ഡിവൈഡ് ബൈ 50 ദാറ്റ് മീൻസ് 0.049 ഇഞ്ച് ആയിരിക്കും വരുന്നുണ്ടാവും. 0.049 ഇഞ്ച്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 1 MSD മൈനസ് 1 VSD ആണ്. ദാറ്റ് ഈസ് 0.001 ഇഞ്ച് ആയിട്ടാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് ഇതിങ്ങനെയൊന്നും ചോദിക്കില്ല. ചോദിക്കുന്ന കാര്യം ഡയറക്റ്റ് ആയുള്ള ചോദ്യം ഉണ്ടാവുള്ളൂ. അതായത് ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ കാലിപ്പർ ഇൻ ദ കേസ് ഓഫ് ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് ഇഞ്ചസിലാണെന്നുള്ളത് ഓർത്തിരിക്കണം. അത് ഒന്നാമത്തെ പോയിന്റ്. അതിനകത്ത് ഈ പറഞ്ഞ 0.02 mm നമ്മളുടെ ഉത്തരത്തിൽ ഉണ്ടാകും. അപ്പൊ 0.02 mm എന്ന് പറയുന്നത് മെട്രിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്നുള്ളത് ഓർത്തിരിക്കാം, യൂണിറ്റ് സിസ്റ്റം ആണെന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഇമ്പീരിയലിനോ ബ്രിട്ടീഷിനോ തന്നു കഴിഞ്ഞാൽ അത് സിസ്റ്റം ഇഞ്ചസിലാണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ഇഞ്ചസിലാണെന്നുണ്ടെങ്കിൽ 0.001 ഇഞ്ചാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ലീസ്റ്റ് കൗണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, 1 MSD മൈനസ് 1 VSD ആണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതും കൂടി ഓർത്തിരിക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ സർ, ഓക്കെ. അത് ഓർത്തിരുന്നാൽ മതിയാകും. സാറേ, അപ്പോഴേ ഈ നമ്മുടെ ബ്രിട്ടീഷ് സിസ്റ്റം അനുസരിച്ച് ലെങ്തിന്റെ ഇത് ഏതാണ്? ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് യാർഡ് ആണോ ഇഞ്ച് ആണോ വരുന്നത്? അത് ഇഞ്ച്, അത് ബ്രിട്ടീഷ് സിസ്റ്റം പ്രകാരം നമ്മൾ ഇഞ്ചസിൽ പറയാറുണ്ട്, ഫീറ്റ് പറയാറുണ്ട്. ഫീറ്റ് അതായത് സ്റ്റാൻഡേർഡ് ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് യാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അത് യാർഡ് ആണോ വരിക അതോ ഇഞ്ച് ആണോ വരുന്നത്? ഇഞ്ച് ഇമ്പീരിയൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ സാധാരണ അതൊരു സംശയമുണ്ട്. അപ്പൊ അത് ഇഞ്ചസിലാണ്. അപ്പൊ ഉത്തരം ചോദിക്കുന്നത് വെച്ചാൽ ഏതാണ് ഉത്തരമായിട്ട് വരിക? അതായത് നമ്മൾ സാധാരണ മീറ്റർ അല്ലെങ്കിൽ മീറ്റർ പറയുന്നത് പോലെ ഇവിടെ എങ്ങനെയാണെന്നുള്ളതാണ്. അത് യാർഡ് എന്നല്ലേ കൊടുത്തിട്ടുള്ളത്, നമ്മൾ കണ്ടിട്ടുള്ളത് യാർഡ് കാണിച്ചേക്കുന്നത്. പക്ഷെ പലതിലും ഇഞ്ചാണ് നമുക്ക് ആൻസർ വരുമ്പോ. നമുക്ക് യാർഡ് കൊടുത്താൽ പോരെ അങ്ങനെ ഒരു ചോദ്യം വന്നു? യാർഡ് തന്നെയാണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഇപ്പൊ 12 ഇഞ്ചാണ് ഒരു അടി എന്ന് പറയുന്നത്, ഒരു ഫീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 3 ഫീറ്റ് ആണ് ഒരു യാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ യാർഡ് തന്നെ ആവണം നമുക്ക്. ആ ഒരു ഇമ്പീരിയൽ സ്റ്റാൻഡേർഡിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് നമുക്ക് യാർഡ് കൊടുക്കാം. അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളത്? വ്യത്യാസമായിട്ട് കണ്ടിട്ടുണ്ടോ? വേറെ യാർഡാണ് കണ്ടത്. യാർഡായിട്ടല്ലേ കണ്ടിട്ടുള്ളത്? അപ്പൊ അതൊന്ന് കൺഫേം ചെയ്യാം. അപ്പൊ കുഴപ്പമില്ല, അത് യാർഡായിട്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാം ഇമ്പീരിയൽ സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പൊ അത്തരത്തില് ബേസിക് കൺവേർഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. വളരെ ബേസിക് ആയിട്ടുള്ള കൺവേർഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഫീറ്റ് കണക്കും അതുപോലെ ഇഞ്ചസും അതുപോലെ തന്നെ യാർഡ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഐഡിയ വേണം. അതുപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ കാലിപ്പർ അതിന്റെ മെട്രിക് സിസ്റ്റത്തിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മളുടെ ഇഞ്ച് സിസ്റ്റത്തിൽ എങ്ങനെയാണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. മൈക്രോമീറ്ററിലേക്ക് വരുമ്പോൾ എന്താണ് മൈക്രോമീറ്റർ വിത്ത് ഇഞ്ച് ഗ്രാജുവേഷൻ വിൽ ഹാവ് എ ലീസ്റ്റ് കൗണ്ട് ഓഫ് ഡാഷ്. അത്രയും വരുന്നുണ്ടാവുക. യെസ്, ശ്രദ്ധിക്കുക. ഇവിടെ ഉത്തരം എന്ത് തന്നെയാണ്? 0.001 ഇഞ്ച് തന്നെയാണ്. So micrometer with the inch graduation will have a least count of എന്താണ് 0.001 ഇഞ്ച് തന്നെയാണ് കേട്ടോ. അത് ഓർത്തിരിക്കാം. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കറിയാം ഇത് ഇഞ്ച് ഗ്രാജുവേഷൻ ആണ്. അപ്പൊ മെട്രിക് ആണെന്നുണ്ടെങ്കിലോ മൈക്രോമീറ്റർ ആണെന്നുണ്ടെങ്കിലോ മെട്രിക് ആണെങ്കിലോ 0.01 mm ആണ്. അപ്പൊ അത് നോക്കിയാൽ മതി. അപ്പൊ മൈക്രോമീറ്ററിനകത്താണെങ്കിൽ ഇഞ്ച് ഗ്രാജുവേഷനിലേക്ക് വരുമ്പോൾ അത് 0.001 ഇഞ്ച് തന്നെയാണ്. തൊട്ട് മുന്നേ നമ്മൾ വെർനിയർ കാലിപ്പറിൽ പഠിച്ചതുപോലെ തന്നെ 0.001 ഇഞ്ച് തന്നെയാണ് എന്ത് ഇവിടെയും മൈക്രോമീറ്ററിലും എന്നുള്ളത് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ മെട്രിക്കിലേക്ക് വരുമ്പോൾ 0.02 mm അതുപോലെ തന്നെ 0.01 mm ആണ് മൈക്രോമീറ്ററിലുള്ളതെന്ന് കൂടി ഓർത്തിരിക്കാം.
അപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്ന രീതിയിൽ നമുക്ക് എന്താണ് ഇവിടെ ബേസിക് ഇതാണ് നമ്മുടെ ബാരൽ എന്ന് പറയുന്നത് അല്ലെ, നമുക്കറിയാം ബാരൽ, അതുപോലെ തന്നെ ഇത് തിമ്പിൾ. അപ്പൊ തിമ്പിൾ സ്കെയിലും ബാരൽ സ്കെയിലും, ബാരൽ സ്കെയിലായിരിക്കും ഇവിടെ എന്താണ് ഇത്തരത്തിൽ എന്താണ് ഇഞ്ചസിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇഞ്ചസിൽ കൊടുത്തിട്ടുണ്ടാകും. ദെൻ കറസ്പോണ്ടിങ് തിമ്പിൾ സ്കെയിൽ ഇവിടെ 25, ഇവിടെ ഇപ്പം 25 കൊടുത്തിരിക്കുന്നത് അല്ലെ, 0 to 25 ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക, മാക്സിമം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അത് 50 ഉള്ളത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതനുസരിച്ച് ഇവിടെ ഇപ്പം ടിമ്പിൾ 25 ഡിവിഷൻ ഈക്വൽ ഡിവിഷൻ ആയിട്ട് അവർ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ എന്താണ് ഒന്നെങ്കിൽ 1/40 അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ 0.025 വരും, 0.25 ഇൻറ്റു 1/25 എന്നുള്ള ബേസിക് ഇക്വേഷനിലേക്ക് വരും. ഓക്കെ, അപ്പൊ അത് എന്താണ് വേണമെങ്കിൽ 0.025 എന്ന് പറയുന്നത് 1/40 ഇഞ്ചായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 40 ഇഞ്ച് ഇൻറ്റു 1/25 ആയിട്ട് വരും. സോ 1/1000 എന്നുള്ളൊരു വാല്യൂലേക്ക് വരും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ 1000 ഇഞ്ചാണ്. അപ്പൊ അത് ദാറ്റ് ഈസ് 0.001 ഇഞ്ച് എന്നുള്ള ഒരു വാല്യൂലേക്ക് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു എന്താണ് വാല്യൂ എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.001 ഇഞ്ച് ഓക്കെ വരുന്നുണ്ടാവും കേട്ടോ. സോ അത് ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മളോട് നമ്മുടെ മൈക്രോമീറ്റർ തന്നിട്ട് അളന്ന് എഴുതാനോ അല്ലെങ്കിൽ മെഷർ ചെയ്ത് കാണിക്കാനോ ഒന്നും പറയില്ലല്ലോ. നമുക്കിപ്പോൾ തൽക്കാലം വേണ്ടുന്നത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ലിസ്റ്റ് കൗണ്ട് ഇൻ ദ കേസ് ഓഫ് ഇഞ്ചസ് എത്രയാണ് വരിക, മെട്രിക് എത്ര വരിക. അപ്പം ഈ പറഞ്ഞ മൈക്രോമീറ്റർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ വെർനിയർ കാലിപ്പർ ആയിക്കോട്ടെ, അതിന്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനും അതുപോലെ അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്നുള്ള അറിയണം. സപ്പോസ് ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റീഡിംഗ് അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ MSR + VSR × LC എന്നുള്ള ബേസിക് കോൺസെപ്റ്റ്, ബേസിക് ഇക്വേഷൻ വെച്ച് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റണം. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഓക്കെ ഫൈൻ, അത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യത്തിലേക്ക് വരാം. വെർനിയർ ഹൈറ്റ് ഗേജ് ആർ അവൈലബിൾ ഇൻ റേഞ്ച് ഓഫ് കപ്പാസിറ്റി റീഡിംഗ് ഫ്രം 0 to എത്രയായിരിക്കും? 1000. എത്രയാണ്? ഓപ്ഷൻ എ 1000 ആണ്. 1000 സെന്റിമീറ്റർ ആണോ mm ആണോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഉത്തരം വരിക 100 സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമുക്ക് സാധാരണഗതിയിൽ വരാറുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടത്. അപ്പൊ ആദ്യം കാണുമ്പോൾ നമുക്ക് നമ്മുടെ പുസ്തകത്തിലുള്ളത് 1000 mm ആണ് എന്നുള്ള ഓർത്തിരിക്കാം. 1000 mm ആണ്. അപ്പോൾ 1000 നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലെ, അത് mm ആണ് സെന്റിമീറ്റർ. രണ്ടാമത്തെ കാര്യം, നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കേൾക്കുമ്പോഴേ നമ്മൾ വായിച്ചിരിക്കുന്നു, പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നു ചിത്രം, നമ്മുടെ ആ പേജ് ഉൾപ്പെടെ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മുടെ ചിത്രം, നമ്മുടെ ആ ഒരു ഹൈ ഗേജിന്റെ ചിത്രമായിട്ട് തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ ഒരു വാല്യൂ കിടക്കുന്നതായിട്ടൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ അത് mm സെന്റിമീറ്റർ ആണെന്നുള്ള കൺഫ്യൂഷൻ അവിടെ വരുന്നുണ്ടാകും. ശ്രദ്ധിക്കാൻ, നമ്മുടെ അത് തെറ്റിക്കാൻ നമ്മളേക്ക് ഇങ്ങനെ ഇടാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ 100 സെന്റിമീറ്റർ ആണ് അല്ലെങ്കിൽ 1000 mm ആണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ തെറ്റ് ഒരിക്കലും വരരുത് കേട്ടോ. ഓക്കെ ഫൈൻ, അത് ഓർത്തിരിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഹൈറ്റ് ഗേജ് എന്ന് പറയുന്നത്. പലപ്പോഴും ചോദിക്കാറുള്ളത് മെയിൻ സ്കെയിൽ എവിടെയാണ് അത് കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. ബീം എന്ന് പറയുന്ന ഒരു ചോദ്യം എല്ലാപ്പോഴും കണ്ടിട്ടുണ്ട്. ബീമിലാണ് നമ്മൾ ആ ഒരു മെയിൻ സ്കെയിൽ റീഡിംഗ് നമ്മളിങ്ങനെ എന്താണ് ഗ്രാജുവേഷൻ വരുന്നുണ്ടാവുക. സോ ഇവിടെ വെർനിയർ സ്കെയിൽ കാണാൻ സാധിക്കും. ഓക്കെ, വെർനിയർ സ്കെയിൽ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓഫ്സെറ്റ് ടൈപ്പ് എന്താണ് സ്ക്രൈബർ ആണ് അല്ലെ. നമ്മുടെ ഇത്തരത്തിൽ എന്താണ് സ്ക്രൈബർ എന്ന് പറയുന്നത് നമുക്കറിയാം പലതരത്തിലുണ്ട്. ഓഫ്സെറ്റ് സ്ക്രൈബർ ഉണ്ട്, അതുപോലെ തന്നെ പ്ലെയിൻ സ്ക്രൈബർ ഉണ്ട്, ഓക്കെ, കർവ്ഡ് സ്ക്രൈബർ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഓഫ്സെറ്റ് സ്ക്രൈബർ എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വരാറുണ്ട്. ഹൈറ്റ് ഗേജിലാണെന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ യൂസ് ഓഫ് ഫിക്സ്ചർ മെയിൻലി റെഡ്യൂസസ് ഡാഷ്. ഫിക്സ്ചർ, ജിഗ്സ് ആൻഡ് ഫിക്സ്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ വന്നു. ഫിക്സ്ചർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത? യൂസ് ഓഫ് ഫിക്സ്ചർ മെയിൻലി റെഡ്യൂസസ്. ഓപ്ഷൻ എ only ഓപ്പറേഷൻ ടൈം, ഓപ്ഷൻ ബി ടൂളിംഗ് കോസ്റ്റ്, ഓപ്ഷൻ സി only സെറ്റിംഗ് ടൈം, ഓപ്ഷൻ ഡി ബോത്ത് സെറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ ടൈം. ഓപ്ഷൻ സി തന്നെയാണ് ഉത്തരം വരുന്നത്. കൺഫ്യൂഷൻ വേണ്ട. ദാറ്റ് ഈസ് only സെറ്റിംഗ് ടൈം അല്ലെ. ഈ പറഞ്ഞ ജിഗ്സിന്റെ പ്രത്യേകത അവിടെ ഗൈഡിങ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓപ്പറേഷനകത്തും നമുക്ക് ടൈമിനകത്ത് വ്യത്യാസം വരുന്നുണ്ടാവും. പക്ഷെ ഫിക്സ്ചറിന്റെ കേസിൽ ജസ്റ്റ് ഹോൾഡിങ്ങും ലൊക്കേറ്റിങ്ങും ക്ലാമ്പിങ്ങും മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. സോ ഫിക്സ്ചർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? സെറ്റിംഗ് ടൈം മാത്രമേ നമുക്ക് സഹായകരമായിട്ടുണ്ടാവുള്ളൂ. സെറ്റിംഗ് ടൈം മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അത്തരത്തിൽ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡ്രിൽ ബുഷസ് പ്രൊവൈഡഡ് ഇൻ ഡ്രിൽ ജിഗ്? ഡ്രിൽ ജിഗില് ഡ്രിൽ ബുഷസിന്റെ പ്രത്യേക അല്ലെങ്കിൽ പർപ്പസ് എന്താണ്? ഓപ്ഷൻ ടു സപ്പോർട്ട് ബേസ്. പറഞ്ഞോളൂ. ഓപ്ഷൻ സി എന്ന് പറഞ്ഞു. വേറെ ഏതെങ്കിലും ഉത്തരം പറഞ്ഞോ? ബിയോ? പറഞ്ഞോളൂ. ഓപ്ഷൻ സി ഒരാൾ പറഞ്ഞു. വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉത്തരം ശരിയായിട്ടുള്ളത് തോന്നുന്നുണ്ടോ? സപ്പോർട്ട് ബേസ് പ്ലേറ്റ്, ടു സപ്പോർട്ട് ബേസ് പ്ലേറ്റ്, ടു സപ്പോർട്ട് ഡ്രിൽ പ്ലേറ്റ്, ടു ലൊക്കേറ്റ് ആൻഡ് ഗൈഡ് ദ കട്ടിംഗ് ടൂൾ, to restrict the movement of the job.
ഇവിടെ ഉത്തരം വരുന്നത് എന്ത് തന്നെയായിരിക്കും? ഓപ്ഷൻ സി തന്നെയാണ് കേട്ടോ, സംശയമൊന്നും വേണ്ട. ഓപ്ഷൻ സി തന്നെയാണ് ഉത്തരം വരുന്നുണ്ടാവുക. ലൊക്കേറ്റ് ആൻഡ് ഗൈഡ് ദ കട്ടിംഗ് ടൂൾ. അപ്പൊ കട്ടിംഗ് ടൂളിനെ ഗൈഡ് ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ ഡ്രിൽ ബുഷസ്. അപ്പൊ നമുക്കറിയാം ജിഗ് പ്ലേറ്റ് ഉണ്ടാകും. ജിഗ് പ്ലേറ്റിലായിരിക്കും ഇത്തരത്തിലുള്ള എന്താണ് ബുഷസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവുക. അല്ലെ, നമ്മളുടെ ബുഷസ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവും. കൃത്യമായിട്ട് അതിലൂടെ ആയിരിക്കും നമ്മളെ ടൂൾ ഗൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. അപ്പം ഇത്തരത്തില് ജിഗ് പ്ലേറ്റ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഡ്രിൽ പ്ലേറ്റ് എന്ന് പറയും. ബേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ള പ്ലേറ്റ് ആണ് ബേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. ബേസ് പ്ലേറ്റ് ആയിരിക്കും നമ്മൾ സാധാരണ വർക്കൊക്കെ ചിലപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ലൊക്കേറ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കോൺസെപ്റ്റ് ആണ് അവിടെ വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ ഫൈൻ. റെസ്ട്രിക്ട് മൂവ്മെന്റ് ഓഫ് ജോബ് എന്ന് പറയുമ്പോൾ അത് ക്ലാമ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലൊക്കേറ്റിംഗ് പിന്നുകളോ അല്ലെങ്കിൽ ലൊക്കേറ്റേഴ്സോ ക്ലാമ്പോ ഒക്കെയാണ് നമ്മൾ ആ ഒരു മൂവ്മെന്റ്, ജോബിന്റെ മൂവ്മെന്റ് അത് കൃത്യമായിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് ജിഗ് ആർ ഐഡിയൽ ഫോർ തിൻ ഓർ സോഫ്റ്റ് വർക്ക് പീസ്? ഇത്തരത്തിൽ തിൻ അല്ലെങ്കിൽ സോഫ്റ്റ് വർക്ക് പീസിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജിഗ് ഏതാണ്? സോ ഉത്തരം എന്താ വരിക? സാൻഡ്വിച്ച് ടൈപ്പ് ആണ്. ഓക്കെ ഫൈൻ. സോ അത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, സാൻഡ്വിച്ച് ജിഗ് ആണ് ഈ ചിത്രത്തിൽ കാണുന്നത്. സോ ഇത് നമ്മുടെ ആ ഒരു ഡ്രിൽ പ്ലേറ്റും താഴെ നമ്മുടെ ബേസ് പ്ലേറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനിടയിലായിട്ട് വളരെ തിന്നായിട്ടുള്ള, അത് ബെൻഡിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഇത്തരത്തിൽ ബെൻഡിങ്ങും അതുപോലെ തന്നെ വാർപ്പേജ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി, ബെൻഡ് അല്ലെങ്കിൽ ബെൻഡിങ്ങും വാർപ്പേജ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ സാൻഡ്വിച്ച് ചെയ്ത പോലെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. സോ ആ ഒരു കോൺസെപ്റ്റ് ആണ് സാൻഡ്വിച്ച് ജിഗ്. ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ വിച്ച് ഡിവൈസ് ഗേജ് ബ്ലോക്ക് മേ ബി പ്രൊവൈഡഡ് ഫോർ എഫക്റ്റീവ് ഹാൻഡ്ലിംഗ്? ഗേജ് ബ്ലോക്ക് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നുണ്ടാവുക? ഓപ്ഷൻ എ ജിഗ്, ഓപ്ഷൻ ബി ഫിക്സ്ചർ, ഓപ്ഷൻ സി ബോത്ത് ജിഗ് ആൻഡ് ഫിക്സ്ചർ, ഓപ്ഷൻ ഡി സ്പെഷ്യൽ പർപ്പസ് ജിഗ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ബി തന്നെയാണ്. ഫിക്സ്ചേഴ്സിലാണ് നമ്മൾ ഗേജ് ബ്ലോക്ക് അല്ലെങ്കിൽ സെറ്റിംഗ് ബ്ലോക്ക് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ജിഗിലൊന്നും അങ്ങനെ കൊടുക്കാറില്ല. സ്പെഷ്യൽ പർപ്പസ് ജിഗിലൊന്നും ഇല്ല. രണ്ടിലും നമുക്ക് കാണാൻ സാധിക്കില്ല. എവിടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ? ഫിക്സ്ചേഴ്സിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗേജ് ബ്ലോക്ക് കാണാൻ സാധിക്കുള്ളൂ. ഗേജ് ബ്ലോക്ക് മേ ബി പ്രൊവൈഡ് ഫോർ എഫക്റ്റീവ് ഹാൻഡ്ലിംഗ് ഇൻ ദ കേസ് ഓഫ് ഫിക്സ്ചേഴ്സ്. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മറ്റൊരു ചോദ്യം ഇതാണ്. ഹൗ മെനി സെറ്റ് ഓഫ് ഫീലർ ഗേജ് ആർ there as per BS? ഓപ്ഷൻ 4. ഓപ്ഷൻ ബി. ഓപ്ഷൻ 5 or 4. 5 സംശയം ഉണ്ട് അല്ലെ. അപ്പോ ശ്രദ്ധിക്കാം. ഫീലർ ഗേജ് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്യാപ്പ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെഷറിംഗ് അല്ല, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗേജ് ആണ്. സോ ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി, ഉത്തരം വരിക ഓപ്ഷൻ ബി 4. അപ്പൊ 4 സെറ്റ് ആണ് കേട്ടോ. ഓർത്തിരിക്കാം. ഫീലർ ഗേജിനകത്ത് 4 സെറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക ആസ് പെർ BIS എന്നുള്ളത് ഓർത്തിരിക്കാം. സോ 4 സെറ്റ് ഓഫ് ഫീലർ ഗേജസ്. BIS പ്രകാരം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് എത്രയാണ്? 4 സെറ്റ് ഓഫ് ഫീലർ ഗേജസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അതിന് കൂടെ ഓർത്തിരിക്കുന്ന മറ്റൊരു പോയിന്റ് ഇതാണ്. ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ഈസ് യൂഷ്വലി 100 mm. ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ഈസ് യൂഷ്വലി 100 mm അല്ലെ. 100 mm അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ലെങ്ത് ഓഫ് ദ ബ്ലേഡ് യൂഷ്വലി 100 mm എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ 4 സെറ്റ് ഉണ്ട്. നമ്പർ 1, നമ്പർ 2, 3, 4 അങ്ങനെ 4 സെറ്റ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഫീലർ ഗേജുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഈസ് ദ ഗ്രേഡ് ഓഫ് സ്ലിപ്പ് ഗേജ് യൂസ്ഡ് ആസ് ഇൻസ്പെക്ഷൻ ഗ്രേഡ് മെന്റ് ഫോർ ഇൻസ്പെക്ഷൻ പർപ്പസ്? Grade 0. ഗ്രേഡ് 0. ഓക്കെ, ഗ്രേഡ് 0 ആൻസർ കറക്റ്റ് ആണ്. ഗ്രേഡ് 0 ആക്യുറസി ആണ്. ഓക്കെ, അപ്പൊ ഗ്രേഡ് 0 എവിടെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? Calibration. എക്സാക്ട്ലി. കാലിബ്രേഷൻ ഗ്രേഡ് ആണ് 0 എന്നുള്ളത്. ഓക്കെ, 0 കാലിബ്രേഷൻ ഗ്രേഡ്. 0 എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്പെക്ഷൻ പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നു. 1 എന്ന് പറയുന്നത് വർക്ക്ഷോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. 2 വർക്ക്ഷോപ്പ് ഇൻ ദ കേസ് ഓഫ് ടൂൾ റൂമിൽ കുറച്ചുകൂടെ ആക്യുറസി കൂടുതലാണ്. സോ ഗ്രേഡ് 1 ആണ് നമ്മൾ ആക്യുറസി ടൂൾ റൂമിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ജനറൽ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ള ജനറൽ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ ഗ്രേഡ് 2 ആക്യുറസിയിലുള്ള സ്ലിപ്പ് ഗേജിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. സംശയമൊന്നും വേണ്ട. ഇത്തരത്തിൽ ഓർത്തിരിക്കാം. 0 എന്ന് പറയുന്നത് കാലിബ്രേഷൻ ഗ്രേഡ്, 0 എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ പർപ്പസ്, 1 എന്ന് പറയുന്നത് ടൂൾ റൂം ആപ്ലിക്കേഷൻ, പ്രിസൈസ് ആയിട്ടുള്ള ടൂൾ റൂം ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഗ്രേഡ് 2 എന്ന് പറയുന്നത് ജനറൽ വർക്ക്ഷോപ്പ് ആപ്ലിക്കേഷൻ ആണെന്ന് ഓർത്തിരിക്കാം. ഇതും ചോദ്യം വന്നിട്ടുണ്ട്, ഓർത്തിരിക്കാം. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു? ക്ലിയർ ആയിരുന്നു? ഓക്കെ സർ. ഓക്കെ ഫൈൻ. അപ്പൊ അടുത്ത സെഷനിൽ നമുക്ക് താങ്ക് യു. അടുത്ത സെഷനിൽ നമുക്ക് ബാക്കി മൊഡ്യൂൾസ് 1-2 മൊഡ്യൂൾസ്, അതായത് 5-6 മൊഡ്യൂളുകളായിരിക്കും ഉണ്ടാവുക. സോ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടുതൽ പോയിന്റുകൾ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. നന്ദി, നമസ്കാരം.